السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദ് സലാഹുദ്ദീൻ ഫൈസി, നമ്മുടെ മഹലിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് മുഹമ്മദ് ഹാജി അടക്കമുള്ള കമ്മിറ്റി ഭാരവാഹികളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട മോമിനിങ്ങളെ, മോമിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമം കബൂലാക്കുന്ന ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജ് ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല ആഫിയത്തോടുകൂടെ, നല്ല സന്തോഷത്തോടുകൂടെ പോയി ഹജ്ജിൻ്റെ അമലുകളൊക്കെ റാഹത്തായി പൂർത്തിയാക്കി തിരിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം നമുക്കും അതുപോലെ ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ ചെയ്യാൻ അതിനുള്ളൊരു അവസരം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന വലിയൊരു സ്വപ്നമാണ് ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ കുറച്ച് സമയം ചെലവഴിക്കുക എന്നത്. അത് എത്ര ചെയ്താലും, എത്ര പ്രാവശ്യം ഹജ്ജ് ചെയ്താലും, എത്ര പ്രാവശ്യം ഉംറയും സിയാറത്തും നിർവഹിച്ചാലും അതിനോടൊരു മടുപ്പ് ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇനിയും ആഫിയത്തുണ്ടെങ്കിൽ, ഇനിയും കഴിവുണ്ടെങ്കിൽ ചെയ്യണം എന്ന് തന്നെയാണ് വിശ്വാസികളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നത്. പരിശുദ്ധമായ കഅബയുടെ ചാരത്ത് ചെന്ന് നോക്കുമ്പോൾ ഈമാൻ അതിങ്ങനെ പുതുക്കപ്പെടുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ചെന്ന് നിൽക്കുമ്പോഴും ഈമാൻ പുതുക്കപ്പെടുകയാണ്. പുതിയ കാലത്ത് പ്രത്യേകമായി നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അനാദരവ് സംഭവിച്ചു പോകുമോ എന്നതാണ്. പരിശുദ്ധമായ ഹജ്ജ് ചെയ്യുമ്പോഴും ഉംറ ചെയ്യുമ്പോഴും സിയാറത്ത് നിർവഹിക്കുമ്പോഴും ഒക്കെ അനാദരവ്, ബഹുമാനക്കേട്, അദബ് കേട് നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്നതാണ് സൂക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ച് മദീനയിൽ ചെല്ലുമ്പോൾ മഹാരന്മാരായിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ആലിമീങ്ങളും ഒക്കെ ചെരുപ്പ് പോലും ഇടാതെ നടന്ന മണ്ണാണ് മദീനയുടെ മണ്ണ്. അത് ബഹുമാനം കൊണ്ടാണ്. ഹബീബായ തങ്ങൾ കിടക്കുന്ന ഒരു ഭൂമിയിൽ ചെരുപ്പിട്ട് ചാനും അവർക്ക് പ്രയാസമുണ്ടായിരുന്നു, മടിയുണ്ടായിരുന്നു. വാഹനപ്പുറത്ത് സഞ്ചരിക്കാൻ മദീന പള്ളിയുടെ ചാരത്തൂടെ വണ്ടിയിൽ പോകാൻ, അന്നത്തെ വാഹനം കഴുതയും ഒട്ടകമൊക്കെ ആയിരുന്നു. അതിൻ്റെ മേലെ ഇരുന്നാണെങ്കിലും മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒക്കെ വാഹനപ്പുറത്തുനിന്ന് ഇറങ്ങി സഞ്ചരിക്കുന്നതായി ചരിത്രത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അനാദരവ് നമ്മിൽ സംഭവിച്ചു പോകുന്നതാണ് കൂടുതലായി നമ്മളൊക്കെ സൂക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ച് മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ അൽ ജൗഹറുൽ മുനദ്ദം എന്ന ഗ്രന്ഥത്തിലൂടെ സിയാറത്തിനെ സംബന്ധിച്ച് വിശാലമായി പറയുന്നതിനിടക്ക് പ്രത്യേകം ഗൗരവത്തോടുകൂടെ പറഞ്ഞൊരു സംഭവമാണ് റൗദയിൽ ചെല്ലുമ്പോൾ അനാദരവ് സംഭവിക്കുന്നത്. വിശദമായി അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞതായി കാണാം. റൗദയിൽ ചെന്ന് നിൽക്കുമ്പോൾ വിട്ടു നിൽക്കണം എന്ന് പറയുന്നതായി കാണാം. ഇന്നത്തെ സംവിധാനം അനുസരിച്ച് വിട്ടു നിൽക്കാനേ കഴിയുള്ളൂ. അപ്പൊ പിന്നെ അത് പ്രശ്നമല്ല. അടുത്ത് നിൽക്കുന്നത് അത് കേടാണ്. വിട്ടു നിൽക്കണം, പറ്റ വിട്ടു നിൽക്കണം എന്നല്ല, ഒരളവ് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ ചെന്ന് ഹബീബായ തങ്ങളുടെ ചാരത്ത് ചെന്ന് നോക്കുമ്പോൾ മേലോട്ട് നോക്കരുത്, താഴത്തേക്ക് നോക്കണം. അദബുള്ള ഒരു മനുഷ്യൻ അങ്ങനെയാണല്ലോ. അദബുള്ള ഒരു ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ നിൽക്കുന്ന രൂപത്തിൽ താഴത്തേക്ക് നോക്കി നിൽക്കണം. അല്ലെങ്കിൽ മുമ്പിലുള്ള ചുമരാണെങ്കിൽ ആ ചുമരിന്റെ മേലേക്ക് നോക്കരുത്, താഴത്തേക്ക് നോക്കണം. അവിടെയുള്ള അലങ്കാരങ്ങളുണ്ട്, സീനത്തുകളുണ്ട്, അയിമക്ക് നോക്കരുത്. തങ്ങളുടെ സവിധത്തിലാണ് നിൽക്കുന്നത്. ആ ഭംഗിയിലും അലങ്കാരത്തിലും ആകർഷ്ടമായി പോകരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്താണ് നിൽക്കുന്നത്. പ്രത്യേകമായി മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല ഉണർത്തുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ ചെല്ലുമ്പോൾ തൗബാനെ പുതുക്കണം. തങ്ങളുടെ സവിധത്തിൽ വെച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. ഹബീബായ തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് മഹാനവർ പറഞ്ഞു വെക്കുന്നുണ്ട്.
തൗബ പുതുക്കേണ്ട ഒരു സ്ഥലമാണ് റൗള ഷരീഫ്. റസൂലുള്ളാഹിനെ കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്ത്, റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് പാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുമ്പോൾ അതിന് പ്രത്യേക ഉത്തരം ഉണ്ടായിരിക്കും ഉറപ്പാണല്ലോ. ആ രൂപത്തിൽ ഹബീബായ തങ്ങളോടുള്ള ബഹുമാനം നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മദീന പള്ളിയുടെ പുറത്തൊക്കെ ഫോട്ടോഷൂട്ടും അതിനുള്ള സൗകര്യങ്ങളും ഇങ്ങനെ അദബിനും മര്യാദക്കും യോജിക്കാത്ത രൂപത്തിൽ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലൊന്നും ഈമാനുള്ളവർ, ഇഖ്ലാസുള്ളവർ, വറഉള്ള ആളുകൾ അതിലൊന്നും പെട്ടുപോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ പ്രത്യേകിച്ച് ഹറമിലൊക്കെ ചെല്ലുമ്പോൾ, കഅബയുടെ ചാരത്ത് ചെല്ലുമ്പോൾ, ഇജാബത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ലോക മുസ്ലിം സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളൊക്കെ കാത്തു നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ സംസാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ അമാലുകൾ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ വചനം കൊണ്ട് ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ ക്ലാസ് അവതരണത്തിന് വേണ്ടി രംഗനായ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈദ് ഉസ്താദിനെ സദസ്സിന് വേണ്ടി ആദരപൂർവ്വം പ്രസിഡന്റിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت هيلتي أدركني. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأتموا الحج والعمرة لله. صدق الله مولانا العلي العظيم. وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയനായ അധ്യക്ഷൻ സുന്ദരമായ രൂപത്തിൽ വൈജ്ഞാനിക വെളിച്ചവും ആത്മീയമായ ശോഭയും നിലനിർത്തി നമ്മുടെ ഈ മഹല്ലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മഹല്ലിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് മുഹമ്മദ് ഹാജി, അൽഹംദുലില്ലാഹ് എല്ലാ നന്മകൾക്കും മുന്നിൽ നിന്ന് ചടുലമായി നേതൃത്വം നൽകുന്ന അഭിനന്ദനായ സെക്രട്ടറി സിദ്ദീഖ് ഹാജി, നാട്ടിലെ ദേവാ പ്രവർത്തനങ്ങളിലും മറ്റുമൊക്കെ ആവേശം കാണിച്ച് മുന്നോട്ട് വരുന്ന അബ്ദുറഹ്മാൻ ഹാജി അടക്കമുള്ള ആദരണീയരായ ഈ നാട്ടിലെ നല്ലവരായ കാരണവന്മാർ, അഭിനന്ദനായ നമ്മുടെ നാട്ടിൽ വൈജ്ഞാനിക വെളിച്ചത്തിന് നേതൃത്വം നൽകുന്ന അഭിനന്ദനായ ഉസ്താദ് അവർകൾ, അഭിനന്ദനായ അബ്ദുറഹ്മാൻ ഫൈദി, അതേപ്രകാരം അബ്ദുസലാം ഫൈദി അടക്കമുള്ള നമ്മുടെ ഈ നാട്ടിൻ്റെ ആദരണീയരായ പണ്ഡിതന്മാർ, സ്റ്റേജിലിരിക്കുന്ന ഷാഫി ഹാജി അടക്കമുള്ള നേതാക്കന്മാർ, സഹോദരങ്ങളെ, സ്നേഹനദികളായ സഹോദരിമാരെ, ഹജ്ജ് ക്ലാസ് അതല്ല ഇത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മഹല്ല് കമ്മിറ്റി ഹാജിമാർക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ടാക്കിയ സദസ്സിൽ ഒരൽപ്പനേരം നിങ്ങളൊരു പരിചയക്കാരൻ എന്നുള്ള നിലക്ക് നിങ്ങളുമായി ചില കാര്യങ്ങൾ പങ്കുവെക്കുക എന്നത് മാത്രമാണ്. ഹജ്ജ് ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും.
രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹജ്ജ് ക്ലാസ് നടന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ പല സ്ഥല ഹജ്ജ് ക്ലാസ്സിനും പോയിരുന്നു, കേൾക്കാനും പോയിരുന്നു. പല നമ്മുടെ സംഘടനാ രംഗത്തുള്ള രാവിലെ മുതൽ വൈകുന്നേരം വരെ നിലനിൽക്കുന്ന ഹജ്ജ് ക്ലാസ്സിലൊക്കെ മൗലവിമാര് പറയുന്നതിൻ്റെ മുമ്പെന്നെ സദസ്സിൽ ഹജ്ജിന് പോകുന്നവർ സമ്മതിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞാൽ ഉസ്താദ് അങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ടാകും, മസാല പറയുന്നുണ്ടാകും, ഹജ്ജിന് പോകുന്നവർ മുന്നിൽ ഇരുന്നിട്ട് ശരിയാണ് ആ പറഞ്ഞത്, അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പോവുക എന്ന് പറഞ്ഞിരുന്ന് അങ്ങനെ ഉറങ്ങണുണ്ട് എല്ലാവരും. ഹജ്ജ് പോകുന്ന ഹാജിമാർ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുക. അവസാനം കഴിഞ്ഞു പോകുമ്പോൾ അതിലൂടെ ഒരാൾ ചോദിച്ചു നോക്കേണ്ടി എന്തൊക്കെ പറഞ്ഞു എന്ന്. എന്താണെന്നറിയില്ല, നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ആളുണ്ടായിരുന്നു. ആദ്യം അസ്സലാമു അലൈക്കും പറഞ്ഞ് പിന്നെ സല്ലല്ലാഹു അലാ മുഹമ്മദ്, ഇത് രണ്ടും ഞാൻ കേട്ടേക്കണം. ഇതല്ലാതെ ഹജ്ജിന് പോകുന്നവർക്ക് ഹജ്ജിൻ്റെ മസാല എത്ര നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുമ്പോൾ സത്യത്തിൽ ഒന്നും ഉണ്ടാകൂല. കാരണം ഇനി കേട്ടാൽ തന്നെ അതിങ്ങനെ കേൾക്കാൻ നല്ല ആവേശം, പക്ഷെ കേൾക്കുന്നവർക്ക് അത് പകർത്താനും അത് മനസ്സിലിരിക്കാനും പ്രയാസമാണ്. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഹജ്ജിന് പോകുന്നവരോടൊക്കെ പറയുന്നത്, ഹജ്ജ് എന്ന് പറയുന്നത് സമ്പത്ത് കൊണ്ട് കിട്ടുന്നതല്ല. ഹജ്ജ് എന്ന് പറയുന്നത് തറവാടിൻ്റെ കിട്ടുന്നതല്ല. ഹജ്ജ് എന്ന് പറയുന്നത് ഇലാഹിയായ തൗഫീഖുള്ളവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഭാഗ്യമാണ്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തട്ടെ. റബ്ബ് നൽകിയ ചില ആളുകൾക്ക് അള്ളാഹു നൽകുന്ന സൗഭാഗ്യമാണ്. സമ്പത്തുള്ള എത്ര മനുഷ്യന്മാർ ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയി, സൗകര്യമുള്ള എത്ര ആളുകൾ ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയി. പക്ഷേ ചില ആളുകൾക്ക് അത്ര വലിയ സമ്പത്തില്ലെങ്കിലും ആ പുണ്യഭൂമിയിലേക്ക് എത്താനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി. അതുകൊണ്ട് ആദ്യമായി ഹജ്ജിന് പോകുന്നവരും അല്ലാത്തവരും ചെയ്യേണ്ടത് ആ പുണ്യഭൂമിയിൽ എത്താനും കർമ്മങ്ങൾ ചെയ്യാനും പടച്ചോനോട് മനസ്സൊരുക്കി ദുആ ചെയ്യുക എന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാര്യം ഇത് ഇലാഹിന്റെ തൗഫീഖാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് ഉള്ളവർക്കേ കിട്ടൂ. കഴിഞ്ഞ വർഷം പോകാൻ തീരുമാനിച്ച എത്രയോ ആളുകൾ കഴിഞ്ഞ വർഷം പോയിട്ടില്ല. എന്തേ കാരണം? എല്ലാം റെഡിയാക്കി ഉഷാറാക്കി അവസാനം പല കാരണങ്ങളാൽ പോകാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിന്റെ മുമ്പത്തെ വർഷം പോകാൻ തീരുമാനിച്ച എത്രയോ ആളുകൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, സൂചി വരെ അടിച്ചു ഉസ്താദേ, ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്താ കാട്ടുക? ഞാൻ പറഞ്ഞു അതവിടെ കിടന്നോട്ടെ, എന്നാണോ ഹജ്ജിന് പോകണത് അന്ന് നമ്മക്കത് ശരിയാക്കാന്ന് പറയാം. അല്ല എന്താ ചെയ്യാം? സൂചി വരെ അടിച്ച് ബാഗൊക്കെ കയ്യിൽ പിടിച്ച മനുഷ്യന്മാർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെ റബ്ബിന്റെ അതിന് നമ്മൾ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ പോരായികയാണ്, ഇവരെ പോരായികയാണ്, അവരുടെ അബദ്ധങ്ങളാണ്. മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ്, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, ഉസ്താദും കുറെ ആളുകളും കൂടി ഈജിപ്തിൽ ഒരുപാട് മഹാന്മാരായ അമ്പിയാക്കന്മാരെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. എയർപോർട്ടിൽ വന്ന് നിന്നുകൊണ്ട് അവർ തിരിച്ചു പോരേണ്ടി വന്നു. വലിയ വലിയ മഹാന്മാർക്ക് പോലും പല യാത്രകളും മുടങ്ങിപ്പോയിട്ടുണ്ട്. എന്തേ കാരണം? അന്ന് ഉസ്താദ് മഹാനായ ശൈഖുനാ ഉസ്താദ് അവർ അനി കുട്ടുകൂടുള്ളവരോട് പറഞ്ഞത്, ആരും ശുഭിതരാകണ്ട, ആരും ദേഷ്യം പിടിക്കണ്ട, അതുകൊണ്ട് ഒരു കാര്യമില്ല, റബ്ബ് അങ്ങനെയാണ് വിധിച്ചതെന്ന് കരുതി ക്ഷമിക്കുക, പോയ കൂലി പടച്ചോൻ തന്നോളും. നേരെ മറിച്ച് നമ്മളവിടെ ഇരുന്നിട്ട് ഹലാക്കിന്റെ കൂടി പണ്ടാറടക്കിയത് അച്ചങ്ങായി നമ്മൾ അടങ്ങാറാക്കി ആൾക്കാർ നമ്മളെ കുടുക്കി ഓലങ്ങോട്ട് കാണട്ടെ, ഓലെ പെട്ടി ചവിട്ടി പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പോയിനും കൂലി ഇല്ലാതായി, ഒന്നിനും കൂലി ഇല്ലാതായി. അപ്പൊ എപ്പോഴും ഹജ്ജിന് പോകുന്ന നമ്മളെ മനസ്സിൽ ചിന്തിക്കേണ്ടത്, ഇന്നെന്റെ റബ്ബ് സഹായിക്കും, ഇന്നെന്റെ റബ്ബ് കാക്കും, അള്ളാഹു എനിക്കതിന് തൗഫീഖ് തരും എന്ന നിറഞ്ഞ മനസ്സെപ്പോഴുണ്ടാകണം. വേറൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. എനിക്കവിടെ കുറെ മക്കളുണ്ട്, സൗദിയിൽ കുറെ കുടുംബക്കാരുണ്ട്, അവിടെ പോയ ഓല് എന്നെ നോക്കും, ആരും അവിടെ നോക്കൂല. പടച്ചോൻ തന്നേ ഉണ്ടാവുള്ളൂ. കുടുംബക്കാര് നോക്കണത് ആസ്വദിക്കണമെങ്കിൽ മനുഷ്യന്മാര് നമ്മക്ക് ആഫിയത്ത് വേണ്ടേ? അവിടാണ്ട് ചെന്നൽക്ക് പനിയാണ്ട് ബാധിച്ച് കിടപ്പില്ലാണ്ടായി ബോധാണ്ട് പോയി ഓക്സിജൻ കൊടുത്ത് ഏത് മരുവനുണ്ടായിട്ട് എന്താ കാര്യം? കോടിക്കണക്കിന് ഉറുപ്പുണ്ടായിട്ട് എന്താ കാര്യം? ഇത് ഞാൻ അങ്ങനെ പറയുന്നത് നിങ്ങളെ മനസ്സിൽ എന്റെ റബ്ബാണ് എനിക്കെല്ലാം തരുന്നത് എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ചൊല്ലിക്കോളി, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, പടച്ച റബ്ബ് പറയുന്നുണ്ട്, അനമഅലന്നി അബ്ദി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ കരുതണത് അതേപോലെയാണ് ഞാൻ ഉണ്ടാവുക.
അപ്പൊ നമ്മളെ മനസ്സിൽ നല്ല പ്രതീക്ഷ ഉണ്ടാകുക, അൽഹംദുലില്ലാ ഞങ്ങൾക്ക് പോകാൻ കഴിയും, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഞങ്ങളെ റബ്ബ് സഹായിക്കും, കാരണം ഞങ്ങളെ റബ്ബിന്റെ പൊരുത്തത്തിലാണ് പോകണത് എന്നൊരു നിറഞ്ഞ മനസ്സ് കരുതിയാൽ മാത്രം പോരാ, അതിനനുസൃതമായ മുന്നൊരുക്കം. എൻ്റെ റബ്ബിനെ സഹായിക്കുമെന്ന് ചിന്തിക്കണമെങ്കിൽ അതിന് ചിന്തിക്കാനുള്ള മനസ്സാദ്യം നമുക്ക് വേണം. അതിനെന്ത് വേണമെന്നറിയോ? നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലും കനുണ്ടെങ്കിൽ അതൊന്നാണ്ട് ഇറക്കി വെക്കണം ഹജ്ജിന് പോണതിന്റെ മുമ്പ്. അല്ലാ ഞാൻ കുടുങ്ങും, അവിടെ പോയി ഇടങ്ങാറാകും, എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. അള്ളാഹു നമുക്ക് ഖൈറ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറഞ്ഞോളൂ. അള്ളാഹു ഖൈറ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിന് മനസ്സാണ്ട് ക്ലിയർ ആക്കണം. ആരോടെങ്കിലും പകയോ വെറുപ്പോ വിരോധം ഉണ്ടെങ്കിൽ ഒരു മടിയും കാണിക്കണ്ട, ഓൻ്റെ അടുത്ത് പോയി കൈപ്പിടിക്കണം, ദ്വാരക്കണട്ടാ, എൻ്റെയൊക്കെ എന്തേലും വന്നുകണെങ്കിൽ മാപ്പാക്കണട്ടാ എന്ന് മനസ്സുരുകി പറഞ്ഞേ മതിയാകും. അല്ലാതെ എല്ലാം നിറച്ച് വെച്ച് ഒക്കെ പടച്ചോൻ ശരിയാക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹ് കൂല, പടച്ചോൻ ചെവിക്കുന്ന് പിടിച്ചാണ് തിരിച്ചു സകല കുരുത്തക്കോടും നടത്തിയിട്ട് ഇങ്ങോട്ട് വന്നക്കേടാ. അള്ളാന്റെ അടുത്തേക്ക് പോണതിന്റെ മുമ്പ് അള്ളാന്റെ അടിമയാകണം. അള്ളാഹു നമുക്കതിന്റെ തൗഫീഖ് നൽകട്ടെ. മുമ്പ് അള്ളാന്റെ, അതുകൊണ്ടാണ് ഈ ഹജ്ജ് ചെയ്യരുത് ആൾക്കാരോടൊക്കെ പറയാൻ പോണത്. ഇപ്പൊ നാളെ ആരൊരാൾ പറഞ്ഞു ഹജ്ജ് ചെയ്യണത് ഇപ്പം എന്തിനാ അങ്ങനെ പറയണത്? നിസ്കരിച്ചാൻ പോകുമ്പോ അസ്സലാമു അലൈക്കും ഞാൻ ദൂർക്ക് നിസ്കരിച്ചാൻ പോവാട്ടാ, ദ്വാരക്കണട്ടാ, ആരെങ്കിലും പറയലുണ്ടോ? റമദാൻ മാസം വരുമ്പോ അസ്സലാമു അലൈക്കും റമദാൻ മാസം വരികയാണ്, ഞാൻ നാളെ നോമ്പൊൽക്കും ദ്വാരക്കണട്ടാ, ആരെങ്കിലും പറയലുണ്ടോ? പിന്നെന്തിനാ അപ്പൊ ഹജ്ജിന് പോകുമ്പോ ദ്വാരക്കണട്ടാന്ന് പറയണം. കാരണം എന്താ? ഹജ്ജ് ഒരു ചെറിയ കർമ്മമല്ല, ഞാൻ ആരുമല്ല, ഞാൻ എൻ്റെ റബ്ബിന്റെ അടിമയായി പോവുകയാണ്. ഞാൻ അള്ളാഹു ആണ് യജമാനൻ, അള്ളാഹു അക്ബറാൻ, അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഞാൻ പോവുകയാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് ചിന്തിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചോന്റെ അടിമയാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് അഹങ്കാരം, വലിപ്പത്തരം മാറ്റിവെക്കുക എന്നതാണ്. വലിപ്പത്തരം മാറ്റിവെക്കുക. എന്തിന്റെ പേരിൽ നമ്മൾ വലിപ്പത്തരം നേടിച്ചിട്ട് ഒരു ഫലവുമില്ല. ആരോടും വെറുപ്പ് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. എത്ര വലിയ നമ്മളോട് ഇങ്ങോട്ട് കോപിച്ച ആളാണെങ്കിലും അങ്ങോട്ട് മാപ്പ് കൊടുക്കണം, പൊരുത്തപ്പെടിക്കണം. ഒരിക്കലും ഞാൻ അങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് എന്തിനാ ബേജാറ്? അങ്ങനെ ചിന്തിക്കണ്ട. അവരോട് പറയണം, ചൊല്ലണം. അമ്മായിമ്മ മരോളെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം, അമ്മായിമാനെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം, അമ്മാനെ കൊണ്ട് ഉപ്പാനെ കൊണ്ട് അയൽവാസികൾ കുടുംബക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിപ്പോ അതാ പണി, മരോളോടൊക്കെ പൊരുത്തപ്പെടിക്കാൻ പോവുക എന്നൊരു ഉമ്മ വിചാരിച്ചാൽ ഉമ്മ നിങ്ങളെ ഹജ്ജ് ഇടങ്ങാറാവും. ഹജ്ജിൽ ഇടങ്ങാറുണ്ടാവും, പ്രയാസം ഉണ്ടാകും. എന്താണ് ഈ പ്രയാസത്തിൽ നിന്ന് പറയുക? ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം വിഷമങ്ങൾ വരും. അതുകൊണ്ട് വിഷമങ്ങൾ വരാതിരിക്കാൻ ഇവിടുന്ന് പോകുന്നതിന്റെ മുമ്പ് ആളുകളുമായുള്ള കെട്ടിപ്പടക്കങ്ങൾ മാറ്റിയിട്ട് പരിശുദ്ധമായൊരു മനസ്സുണ്ടാക്കി തീർക്കണം. അതിനാണ് തൗബ എന്ന് പറയുക. അള്ളാഹിനോടുള്ള തൗബ അങ്ങനെ ചെയ്യുക, മനുഷ്യന്മാരോടുള്ള തൗബ മാപ്പ് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യുക. അങ്ങനെ ക്ലിയറായ ഒരു മനസ്സോട് കൂടെ നമുക്ക് അള്ളാഹു എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതി ഹജ്ജിന് പോകുന്നവരെ നമ്മളെ ഹജ്ജ് സുന്ദരമായി മാറും. ഒന്നും നമ്മൾ അറിയണ്ട, എല്ലാം നടക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഭയങ്കര രസമായിട്ട് കാര്യങ്ങൾ നടക്കും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഹജ്ജ് എന്ന് പറഞ്ഞാൽ പേടിയാണ്, ബേജാറാണ്, ഊരവേദന ഉണ്ട്, കാൽമുട്ട് വേദന ഉണ്ട്, എനിക്ക് ആ അസുഖമുണ്ട് ഈ അസുഖമുണ്ട്, അങ്ങനൊന്നും കരുതണ്ട. അവിടെ ചെന്നാൽ ഒരു പ്രയാസമില്ലാതെ എല്ലാം ചെയ്യാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം ഹജ്ജ് എന്ന് പറയുന്നത് ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളല്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. ശരീരം കൊണ്ട് ആർക്കും എന്ത് കർമ്മങ്ങളും ചെയ്യാം. അവിടെ പോയി നമ്മളെ ശരീരം കൊണ്ട് കുറേ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കർമ്മങ്ങൾക്ക് ഫലം കിട്ടണമെങ്കിൽ അതിനനുസൃതമായി മനസ്സ് പ്രവർത്തിക്കണം. മനസ്സ് പ്രവർത്തിക്കാതെ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നുമില്ലാതാവും. മനസ്സും സമ്പത്തും മനസ്സും ശരീരവും ഇത് മൂന്നും കൂടി പ്രവർത്തിക്കുന്നതിന്റെ പേരാണ് ഹജ്ജ്. കാരണം ഹജ്ജിന് വേണ്ടി ഇബ്രാഹിം നബി മാത്രമല്ല വിളിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കരുതി ഇബ്രാഹിം നബി വിളിച്ചിട്ട് ഞാൻ പോവുകയാണ്. അല്ല, ഇബ്ലീസും വിളിച്ചിരിക്കണം ലഅനത്തുല്ലാഹി അലൈഹി. ഹജ്ജിന് ഇങ്ങോട്ട് വരി, എല്ലാവരും ഇങ്ങോട്ട് വരി, കാണിച്ചരാ ഞാൻ. ചില അങ്ങണ്ടല്ലോ, ഇങ്ങോട്ട് വരി ഹജ്ജ് ചെയ്യാൻ ഇബ്രാഹിം നബി. മറ്റോ പറഞ്ഞ് ഇങ്ങോട്ട് വരി കാണിച്ചരാ ഞാൻ. അതുകൊണ്ട് അവിടെ പടച്ചോനുണ്ടാകും. ആ അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ നിങ്ങൾക്ക് കഴിയോ? അതിനേക്കാൾ ഇരട്ടി അള്ളാഹിന്റെ കോപം നേടാനും കഴിയുന്ന മണ്ണിന്റെ പേരാണ് മക്ക, മദീന. അല്ലാതെ നമ്മളെന്താ വിചാരിച്ച്
എന്നോട് ഒരാൾ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഫോണ് ഞാൻ ബാത്റൂമിൻ്റെ പുറത്ത് ബാഗ് 2 മിനിറ്റ് വെച്ചിട്ടുള്ളൂ, എൻ്റെ ഫോണ് കാണാനില്ല. ഞാൻ പറഞ്ഞു, ഒന്നിന് ലക്ഷക്കണക്കിന് കിട്ടുന്ന സ്ഥലമല്ലേ, അതുണ്ടോ ഇയർ? 1 ലക്ഷമല്ലേ, അല്ലെങ്കിൽ കോടി? ഒരു ഫോൺ എടുത്താൽ കോടി കണക്ക് കിട്ടുന്ന കൊണ്ടുപോയിരിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ കളവ് നടക്കുന്ന സ്ഥലം ഏതാന്ന് വെച്ചാൽ അത് മക്കയാണ്. ഏറ്റവും കൂടുതൽ കുരുത്തക്കേട് നടക്കാൻ കഴിയുന്ന സ്ഥലം ഏതാന്ന് വെച്ചാൽ അത് മക്കയും മദീനയാണ്. എന്താ കാരണം? മനുഷ്യൻ ഇബ്ലീസ് വിളിച്ചിടുക, ഓൻ അവിടെ ചെല്ലും, കർമ്മങ്ങൾ അങ്ങനെ ചെയ്യും, ഓന്റെ മനസ്സിങ്ങനെ മലിനമാകും. അതുകൊണ്ടാണ് ഇവിടുന്ന് തൗബ ചെയ്ത് പരിശുദ്ധമായി ഞാൻ എൻ്റെ റബ്ബിന്റെ പൊരുത്തം നേടാൻ പോവുകയാണ് എന്ന് ചിന്തിച്ച് പെണ്ണുങ്ങളെ ആ പുണ്യഭൂമിയിലെത്തി തിരിച്ചു വരുന്നത് വരെ അല്ലാഹ്, ഞാൻ എൻ്റെ റബ്ബിന്റെ അടിമയാണ്, എൻ്റെ റബ്ബിന്റെ പൊരുത്തം നേടാൻ വേണ്ടി വന്നതാണ്, സ്വർഗം നേടാൻ വേണ്ടി വന്നതാണ്. ആ ഒരു മനസ്സ് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞ ഹജ്ജിന്റെ പേരാണ് ഹജ്ജും മബ്റൂർ. അതാണ് ഹജ്ജും മബ്റൂർ. മബ്റൂറായ ഹജ്ജ്. നാവ് കൊണ്ട് തെറ്റ് ചെയ്യാത്ത, കൈകളെ കൊണ്ട് തെറ്റ് ചെയ്യാത്ത, അവയവങ്ങളെ കൊണ്ട് തെറ്റുകൾ ചെയ്യാത്ത ഒരു ഹജ്ജ്, അതിന്റെ പേരാണ് മബ്റൂറായ ഹജ്ജ്. ഹജ്ജം മബ്റൂറാ എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താ? മബ്റൂറല്ലാത്ത ഹജ്ജ് ഉള്ളതുകൊണ്ടല്ലേ? അല്ലേ? അള്ളാഹു സ്വീകരിക്കുന്ന, തെറ്റുകളിൽ നിറയാത്ത പരിശുദ്ധമായ ഒരു ഹജ്ജാക്കണേ എന്ന് അള്ളാഹിനോട് പറയുന്നത് അതല്ലാത്ത ഹജ്ജ് ഉള്ളതുകൊണ്ടാണ്. ആ ഹജ്ജ് വരാതിരിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്നാമതായി, ഹജ്ജിന്റെ കർമ്മങ്ങൾ വളരെ എളുപ്പമാണ്, വളരെ പ്രയാസമില്ലാത്തതാണ്. കാരണം സമ്പത്ത് ചെലവാക്കണം. നിസ്കരിക്കാൻ സമ്പത്ത് ചെലവാക്കണ്ട, നോമ്പ് വെക്കാൻ സമ്പത്ത് ചെലവാക്കണ്ട. സമ്പത്ത് ചെലവാക്കുന്നിടത്ത് പല ആൾക്കാരും പോവില്ല. എന്നാൽ എന്നോടൊരാൾ പറഞ്ഞു, പള്ളിക്ക് എന്നും പിരിവാണ്, ഞാൻ അങ്ങോട്ട് ജുമാക്ക് പോലില്ല. അറിഞ്ഞൊരാൾ ഒരാളിനോട് പറഞ്ഞാണ്, ഞാൻ അങ്ങോട്ട് പള്ളിക്ക് പോലില്ല. എന്താ കാരണം വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും പിരിവാണ്. ഓന് പിരിവില്ലാതെ ഓന്റെ സമ്പത്ത് ചെലവാക്കാൻ എനിക്ക് മടിയാണ്. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ വെള്ളിയാഴ്ച 100 ഉറുപ്പിക കൊടുത്താൽ എന്താ നഷ്ടപ്പെടുക? ഒന്നും നഷ്ടം വരില്ല, വെറുതെ തോന്നുകയാണ്. അപ്പൊ സമ്പത്ത് നിസ്കാരത്തിന് ചെലവാക്കണ്ട, നോമ്പിന് ചെലവാക്കണ്ട, പക്ഷെ ഹജ്ജിന് ചെലവാക്കണം. അതേ പ്രകാരം ശരീരവും മനസ്സും. അതുകൊണ്ടാണ് അത്തിമ്മുൽ ഹജ്ജ വൽ ഉംറ. നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്നോ ഉംറ ചെയ്യണമെന്നല്ല, നിങ്ങൾ ഹജ്ജും ഉംറയും പൂർത്തിയാക്കണം. ലില്ലാഹ്. നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ നോമ്പൊലിക്കണം, നിങ്ങൾ ഹജ്ജ് ചെയ്യണം എന്നല്ല പറഞ്ഞില്ല. അല്ല പറഞ്ഞു നിങ്ങൾ ഹജ്ജ് ചെയ്യണം, നിങ്ങൾ ഉംറ പൂർത്തിയാക്കണം. ലില്ലാഹ്, പടച്ചോന്, അള്ളാഹുവിന് വേണ്ടി. അപ്പൊ ഇതിന്റെ അർത്ഥം നേരെ ഓപ്പോസിറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, പല ആളുകളും ഹജ്ജിന് പോയിട്ട് ലില്ലാഹി ആകാതെ തിരിച്ചു വരുന്നവരുണ്ട്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. അത് വരുന്നതാണ് എൻ്റെ ഹാജിമാരെ, ഹജ്ജുമ്മമാരെ നിങ്ങൾ പേടിക്കേണ്ടത്. അല്ല സ്വീകരിക്കാത്ത അപകടം നമ്മളെ ഹജ്ജിലോ കർമ്മങ്ങളിലോ മക്കത്തോ മദീനത്തോ. ഹജ്ജിന് പോകാൻ കഴിഞ്ഞാൽ പോയാ മതി, പോയാൽ അവിടുന്നത് ബാത്തിലാകുന്ന അപകടങ്ങൾ വരാതിരിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ഇക്കാലത്ത് ശ്രമിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഉദ്ഘാടന ഭാഷണത്തിൽ പറഞ്ഞല്ലോ, ഇന്ന് ഹജ്ജ് ബാത്തിലാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ഹജ്ജ് ബാത്തിലാക്കുന്ന സൗകര്യം. ഫസ്റ്റ് ചെന്ന് കണ്ട് തവാഫ് ചെയ്യാം. തവാഫ് ചെയ്യുമ്പോൾ അയാൾ കഅബത്തുങ്ങൾക്ക് നോക്കണില്ല, മസ്ജിദുൽ ഹറാമും കാണില്ല. മൂപ്പരെ പണി ഇതിങ്ങനെ പിടിച്ച് കണ്ടെത്താ, ഞങ്ങൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോ തവാഫിലാണ്. കാണില്ല കുഞ്ഞോളെ, കാണണ്ടാ ഇതാട്ടാ. എന്തൊരു ഹജ്ജ മനുഷ്യന്മാരതിന്റെ പേര്. എന്തജ്ജ ഇതെന്തജ്ജ? അവിടെ എന്തൊക്കെ ജബലുന്നൂറിന്റെ മേലെ കയറിയിട്ട് ഞാൻ കേട്ട എന്റെ ചെവിയുണ്ട്. ഒരാൾ വിളിച്ചാണ്, ഇതൊക്കെ എന്തോ കുഞ്ഞോളെ കുഞ്ഞോൻ എന്തൊരു പേര് വിളിച്ചാണ്ട്, ഇതൊക്കെ ഞങ്ങളിതാ മലമ കയറി മറിന്ന് കണ്ടില്ലേ? ജബലുന്നൂറിന്റെ മേലെ പോയി മലമ കയറി മറിയാണ് അയാൾ പറയാണ്. എന്തിനോ ആരോ ഇവിടുന്ന് ആട്ടിയപ്പ പോയ മൈ. ഇവിടുന്ന് ഇടങ്ങേറ് ചിലപ്പുണ്ടാവും, മക്കളും മരക്കളും ഇടങ്ങേറുകൊണ്ട് ആട്ടിയതാണ് ഈ കാര്യം. അങ്ങനെ പോയ അമ്മായിലുള്ള കാട്ടിക്കൂട്ടൽ. എന്താ ഓട്ടം പിടിക്കണ്ടെന്നോ ഓട്ടം പിടിക്കൽ ഹറാമ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നതിൽ അപകടം വരുന്നുണ്ടോ എന്ന് ചിന്തിക്കണ്ടേ? മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു കഥ പറയുന്നുണ്ട്. കഅബം കാണാൻ നിറഞ്ഞ മനസ്സുമായി പോയൊരു പെണ്ണിന്റെ കഥ പറയുന്നുണ്ട്. കഅബം കാണണം, ഫോട്ടോ പിടിച്ചാനല്ല, അതിന്റെ അടുത്ത് നിന്നിട്ട് പിന്നെ ഇത് വിടാനല്ല, മറിച്ച് കഅബം കാണണം. അള്ളാഹുവിന്റെ ആദ്യത്തെ ഭവനമായ കഅബം, ആ കഅബം കാണണം, കഅബം മുത്തി മണക്കണം, പുണ്യമായ കഅബം തവാഫ് ചെയ്യണം.
കഅബത്തിന്റെ മുമ്പിൽ പോയി ലക്ഷക്കണക്കിന് അമ്പിയാക്കന്മാർ അല്ലാഹുവിനോട് ദ്വാരുന്ന കഅബത്തിന്റെ മതാഫിൽ അല്ലാഹ് എന്റെ റബ്ബിനെ ഒന്ന് വിളിക്കണം, പൊട്ടിക്കരഞ്ഞിട്ട് കുറേ കഅബം കാണണം. ആ നിറഞ്ഞ മനസ്സുമായി ഒരു പെണ്ണ് കഅബത്തിലേക്ക് കടന്നു ചെന്ന കഥ പറയുന്നുണ്ട്. അങ്ങനെ കയറി ചെന്ന് കഅബത്തിങ്കൽ ഇറങ്ങി ചെന്നിട്ട് കഅബത്തിങ്കലേക്ക് ഒറ്റ നോട്ടം, ആ പെണ്ണങ്ങ് പൊട്ടിക്കരഞ്ഞ് ഓടി അങ്ങ് ചെന്ന് കഅബങ്ങ് കൂട്ടിപ്പിടിച്ച് ഒരു നിലവിളിയാണ്. ഹാർട്ട് പൊട്ടി ആ പെണ്ണ് മരിച്ചുപോയി. അതാണൊരു ഹാജിയുടെ മനസ്സ്. കഅബം കഅബം, പുണ്യമായ മക്ക, പുണ്യ മദീന, മുത്തിന്റെ ഹദറത്ത്. ഇതിങ്ങനെ നിറഞ്ഞ ഒരു മനസ്സുമായി അങ്ങോട്ട് ചെല്ലുന്ന ഹാജിമാരാണ് അല്ലാഹുവിന്റെ അതിഥികൾ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഒരു ഹാജി ഇഹ്റാം ചെയ്ത് തൽബിയത്ത് ചൊല്ലിയിട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്നിങ്ങനെ ചെല്ലുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ പറയും വസഅദൈക്. അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി വരുന്നവനെ നീ വിജയിച്ചു. അല്ലാഹുവിന്റെ ഉത്തരം നൽകി വരുന്നവരെ നിനക്ക് സ്വർഗമുണ്ട്. അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി വരുന്നവരെ നിങ്ങൾ രക്ഷപ്പെട്ടു. അരി ലക്ഷക്കണക്കിന് മലക്കുകൾ നമ്മളെ കൂടെ നടന്ന് ഇങ്ങനെ പറയുന്നുണ്ടാകും. ആ തൽബിയത്ത് ഇങ്ങനെ ചെല്ലുമ്പോ മലക്കുകൾ ഇങ്ങനെ വസഅദൈക് നമുക്ക് വേണ്ടി ദ്വാരിക്കുകയാണ്. അള്ളാഹുവിന്റെ തൽബിയത്ത് ചെല്ലുന്ന എനിക്ക് വേണ്ടി ഇന്റെ അള്ളാന്റെ മലക്കുകൾ ദ്വാരിക്കുന്നുണ്ട് എന്ന് മനസ്സിലുള്ള ഒരാള് വെറും വർത്തമാനം പറയോ? ഇല്ല, വെറും വർത്തമാനം പറയില്ല. അവൻ കഴിവിന്റെ പരമാവധി തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, അനാദരവും അപകടങ്ങളും വരുന്ന വഴി ഹജ്ജിന്റെ കർമ്മങ്ങൾ. ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നു, ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നു. അള്ളാഹു നമ്മുടെ ഹജ്ജും കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ഗവൺമെന്റിൽ പോകുന്നവർ ചിലപ്പോൾ നേരെ മക്കത്തേക്കാണ് ഈ കാര്യം പോകേണ്ടത്. മക്കത്ത് പോയാൽ അവിടെ തന്നെ താമസിക്കും. അവിടുന്നാണ് ഇഹ്റാം ചെയ്യുക. അവിടുന്ന് ഇഹ്റാം ചെയ്ത് ദുൽഹജ്ജ് 7-ന് അവിടുന്ന് ഇഹ്റാം ചെയ്ത് പിന്നെ ദുൽഹജ്ജ് 8-ന് മിനയിലേക്ക് പോവുകയാണ് ഉണ്ടാവുക. പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോകുന്നവർ മക്കയിലേക്ക് ആദ്യം പോയാലും പിന്നെ അവർ മദീനയിലേക്ക് പോയി മദീനയിൽ നിന്ന് വരുമ്പോ ദുൽഹുലൈഫ എന്ന മീഖാത്തിൽ നിന്നാണ് ഇഹ്റാം ചെയ്യുക. അവരും ഇഹ്റാം ചെയ്യും. ഏതായാലും ഹജ്ജിന്റെയും ഉംറയുടെയും ഒരു കർമ്മം ഇഹ്റാമാണ്. ഇഹ്റാം ചെയ്യുന്നതിന്റെ മുമ്പ് ആ ഇഹ്റാമിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങേണ്ടത്? ഒന്നാമതായി ശരീരത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട രോമങ്ങളൊക്കെ ഒഴിവാക്കുക, സുന്നത്തെടുക്കുക, നഖം വെട്ടുക, കാലിനും കൈയിന്റെ ഒക്കെ നഖങ്ങളൊക്കെ വെട്ടി ശരീരത്തിൽ നിന്ന് ഒഴിവാക്കൽ സുന്നത്തായ രോമങ്ങൾ. താടിയൊക്കെ വടിച്ച് മീശൊക്കെ വടിച്ച് ഇവനിങ്ങനെ ആക്കും. പച്ചക്കറി തോട്ടത്തിൽ കണ്ണീർ വെക്കാൻ പറ്റിയ സാധനമായിട്ട് പോകാന്നല്ല. അള്ളാന്റെ ഹബീബ് ഇഷ്ടപ്പെടാത്തത് രോമങ്ങൾ വടിക്കരുത് എന്ന് പറഞ്ഞൊന്നും വടിക്കാൻ പാടില്ല. നേരെ മറിച്ച് ഒഴിവാക്കണം എന്ന് പറഞ്ഞ രോമങ്ങളൊക്കെ ഒഴിവാക്കി നഖം വെട്ടി നമ്മൾ ശരീരമൊക്കെ ഒന്ന് ശുദ്ധിയാക്കി ഒന്ന് റാഹത്തായി ഇഹ്റാമിന്റെ മുമ്പുള്ള കുളി, ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കുളിച്ചു. ആ കുളിയും കഴിഞ്ഞ ശേഷം പെണ്ണുങ്ങൾ വസ്ത്രം മാറ്റുമ്പോ സ്വാഭാവികമായും ഇഹ്റാം ചെയ്താൽ പെണ്ണുങ്ങൾക്ക് മുങ്കൈ മറക്കാൻ പാടില്ല, അവരുടെ മുഖവും മറക്കാൻ പാടില്ല. അപ്പൊ പെണ്ണുങ്ങൾ മുടി കെട്ടുമ്പോ തലയിൽ മഫ്ത മാത്രട്ട എന്തായാലും മുടി കാണും. അപ്പൊ ഹജ്ജിനൊക്കെ പോകുന്ന പെണ്ണുങ്ങളൊക്കെ ആദ്യമായി കയ്യിൽ കരുതേണ്ട ഒരു സാധനം, ഈ മുടി കാണാതിരിക്കാൻ കുറച്ചുകൂടെ നെറ്റിമ കുറച്ചുകൊണ്ട് ഇറങ്ങിയിട്ട് കെട്ടണേ ഒരു തരം സഞ്ചി ഉണ്ടല്ലോ, ഒരു തരം സാധനം. ആ സാധനം സ്ത്രീകളുടെ കയ്യിൽ വേണം. കാരണം അല്ലാതിരുന്നാൽ നിങ്ങൾ മഫ്ത ധരിക്കുമ്പോ മുടി പുറത്ത് കാണും. അള്ളാഹുവിന്റെ പുണ്യഭൂമിയിലേക്ക് മുടി കാണിച്ചു പോയാൽ ആര് കൂലി തരാനാ? ഒരു മുടി പുറത്ത് കാണുന്നവരുള്ളിടത്ത് റഹ്മത്തിന്റെ മലക്കുകൾ വരൂല. അപ്പൊ അതുകൊണ്ട് മക്കയിലും മദീനയിലും താമസിക്കുന്ന പെണ്ണുങ്ങളോട് പറയാണ്, മുടി കാണിക്കാതെ മുന്നോട്ട് ജീവിക്കാൻ കഴിയണം, ശ്രദ്ധിക്കണം, 100 വട്ടം ശ്രദ്ധിക്കണം. ഏതായാലും ഇഹ്റാമിന്റെ മുമ്പ് തന്നെ ഇഹ്റാമിൽ കുളിച്ചു കഴിഞ്ഞാൽ അത് കെട്ടി പിന്നെ പെണ്ണുങ്ങൾ പർദ്ദടുമ്പോ ഈ കയ്യൊക്കെ ഒന്ന് അടങ്ങി നിൽക്കണ പർദ്ദയൊക്കെ ഇടുക. കയ്യ മേപ്പെട്ട് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോ പർദ്ദെല്ലാം കൂടി സുജൂദക്ക് പോകരുത്. അങ്ങനെ പോയാൽ നമ്മളെ കയ്യിന്റെ ഔറത്തായ ഭാഗങ്ങൾ പുറത്ത് കാണും.
അപ്പൊ നമ്മളെ കൈ അമർന്നു നിൽക്കുന്ന വസ്ത്രം പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതിന്റെ ഉള്ളിലൊക്കെ ഇടണം എന്തോ ഒരു പുട്ടുംകുറ്റിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ ഇട്ടുകയാണെങ്കിലും കൈ പൊക്കുമ്പോൾ കൈ താന്നിട്ട് നമ്മളെ ശരീരത്തിന്റെ അവയവങ്ങൾ കാണുന്ന ഒരവസ്ഥ വരാതെ ഇഹ്റാം ചെയ്താൽ മാത്രമല്ല എവിടുന്നും സൂക്ഷിക്കണം. അവിടുന്ന് എന്തായാലും സൂക്ഷിക്കണം, അവിടുന്ന് എന്തായാലും ശ്രദ്ധിക്കണം. പിന്നെ മുഖം മക്കന താടിയെല്ലിന്റെ തായ് ഭാഗം വരെ നിലനിൽക്കണം. ആ രൂപത്തിൽ മുഖവും മുങ്കയ്യുമല്ലാത്തതൊക്കെ സ്ത്രീകൾ മറക്കണം. കാലൊറ ധരിക്കാതെ നടക്കരുത്, കാലൊറ കയ്യിൽ വേണം ഏത് സമയത്തും. കാരണം ഹറമിൽ പോയാൽ നിസ്കാരക്കുപ്പായിട്ട് അവിടെ പോയി നിസ്കരിക്കാൻ പറ്റൂല. നേരെ മറിച്ച് കാലൊറ ഇട്ടിട്ടാണ് അവിടെ നിസ്കരിക്കുക. അപ്പൊ കാലൊറ പെണ്ണുങ്ങളെ കയ്യിൽ കടാതെ എപ്പോഴും ഉണ്ടാവണം. ഇത് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരീസൊക്കെ ഉണ്ടാവും നമ്മളെ താത്താന്റെ കയ്യിൽ. ഒരിക്കൽ ഒരു താത്ത സുജൂദിക്ക് ഇങ്ങനെ പോകുമ്പോ സുജൂദിൽ ഒരു കൈ വെച്ചുകാണ്ട് മറ്റേ കൈ കൊണ്ട് പർദ്ദ പിടിച്ച് കാലിന്റെ അടിക്ക് വലിച്ചാണ്. മോലിയേര് കാണാതെക്കാൻ, കാല് മോലിയേര് കാണാതെക്കാൻ ബേക്കിന്ന് പർദ്ദ പിടിച്ച കണ്ട് അടിക്ക് വലിച്ച ഒറ്റക്കായുമ്പോ സുജൂദ് ചെയ്ത് കണ്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി. എന്തായിരിക്കും ഇതിന്റെയൊക്കെ അവസ്ഥ? എന്തിനാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്? ഏതായാലും ആണുങ്ങളാണെങ്കിൽ പിന്നെ ഇഹ്റാമിന്റെ വേഷം എന്ന് പറഞ്ഞാൽ ഓൽക്കൊരു തുണിയും ഒരു പുതപ്പും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു തുണിയും തുന്നപ്പെട്ട വസ്ത്രങ്ങളൊന്നും ആണുങ്ങൾ ധരിക്കാൻ പറ്റില്ല. വസ്ത്രമായിട്ടുള്ള സാധനം കണ്ണാട വസ്ത്രമല്ല, അതുകൊണ്ട് കണ്ണാട വെക്കാം. ഇനി കണ്ണാട ബെഗും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കണ്ണാടക്ക് ഒരു കയറ് കെട്ടണമെങ്കിൽ കെട്ടാം, ഒന്നും വസ്ത്രമല്ലല്ലോ. ബെൽറ്റ് കെട്ടാ തുണി കഴിഞ്ഞു പോകുമെങ്കിൽ അതും വസ്ത്രമല്ല. തുന്നപ്പെട്ടതായ വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ ആണുങ്ങൾ ഒരു തുണിയും ഒരു പുതപ്പും, പെണ്ണുങ്ങൾ മുഖവും മുങ്കയും അല്ലാത്തതൊക്കെ മറച്ചുകൊണ്ട് നവതുൽ ഹജ്ജ, അല്ലേ, ഞാൻ ഹജ്ജിനിക്ക് ഇഹ്റാം ചെയ്തു, ഹജ്ജ് ചെയ്യാൻ ഞാൻ കരുതി, അതിനായി ഞാൻ ഇഹ്റാം ചെയ്തു എന്ന നിയ്യത്ത് ചെയ്യലോട് കൂടെ ഹാജിയായി മാറി ഹജ്ജിലേക്ക് പ്രവേശിച്ചു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും പലവട്ടം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാനൊന്നും മസാലകളും കാര്യങ്ങളൊന്നും വിശദീകരിക്കില്ല. അങ്ങനെ വിശദീകരിച്ചാൽ ഇത് പ്രയാസപ്പെടും. പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള മസാലകളും പിന്നെ ഞങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള മനാസിക്കുകളൊക്കെ ഉണ്ടാവും, അതിലൊക്കെ ഉണ്ടാകും. അവിടെ ചെന്നാലും നമുക്ക് പറഞ്ഞുതരാം ഉസ്താദന്മാരും പണ്ഡിതന്മാരൊക്കെ ഉണ്ടാകും. അല്ലാഹു കുറ്റമറ്റ രൂപത്തിൽ അമലുകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ യൗമു തർവിയ, ഹജ്ജ് വളരെ എളുപ്പ. യർമു തർവിയ എന്ന് പറയുന്ന ദുൽഹജ്ജ് 8ന്റെ അന്ന് നമ്മൾ ഇഹ്റാം ചെയ്ത് പിന്നെ തൽബിയത്ത് ഫുള്ള് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് അതെല്ലാവരും കാണാതെ പഠിക്കണം. ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലും. പിന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സഖതിക വന്നാർ. പിന്നെ യൗമു തർവിയന്റെ ദിവസം നമ്മളെ മുതയ്യിഫന്മാര് നമ്മളെ കൊണ്ടുപോകാൻ വണ്ടി അയക്കും. ആ വാഹനത്തിൽ നമ്മൾ കയറി മിനയിലേക്ക് പോകും. ദുൽഹജ്ജ് 8ന്റെ അന്ന് ഉച്ചയോടുകൂടെയാണ് മിനയിലെത്തേണ്ടത്. ദുൽഹജ്ജ് 8ന്റെ അന്ന് ഉച്ചയോടുകൂടെ മിനയിലെത്തണം. മിനയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി നേരം വെളുക്കുന്നത് സുബഹി വരെ മിനയിൽ നിൽക്കുക. മിന എന്ന് പറയുന്നൊരു പുണ്യമായ സ്ഥലമുണ്ട്. 2 മലന്റെ ഇടയിലുള്ള ഒരൽപ്പ സ്ഥലം മിന. ആ മിനയിൽ ദുൽഹജ്ജ് 8ന്റെ അന്ന് എല്ലാ ഹാജിമാരും ഒരുമിച്ച് കൂടും. അവിടെ എത്തേണ്ടത് ദുൽഹജ്ജ് 8ന്റെ ഉച്ചക്ക. പക്ഷേ നമ്മൾ ബുദ്ധിമുട്ടാകരുത് എന്ന് കരുതി മുത്തയ്യിഫിന്റെ എന്നിട്ട് ദുൽഹജ്ജ് 7ന്റെ രാത്രി തന്നെ ചിലപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി ആക്കും. ഇതെന്തപ്പം തന്നെ പോണി എന്ന് പറഞ്ഞ് ആരും ചൂടാകാൻ നിൽക്കണ്ട. കാരണം അത് നമ്മൾ ആധുനിക ലോകത്ത് നമ്മൾ അതിന്റെ ഓന്നത്തും കൃത്യമായി പാലിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ ഹജ്ജ് കിട്ടൂല. കാരണം 8ഉം 10ഉം 100ഉം 1,00,000 അല്ല. ഈ ആളുകളെ മുഴുവനും ആ സമയമാകുമ്പോഴേക്ക് അവിടെ എത്തിക്കണം. അപ്പൊ നമ്മളെ ഹജ്ജ് കേടുവരാതിരിക്കാൻ നമ്മളെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മുത്തയ്യിഫമാർ വളരെ നേരത്തെ തന്നെ ഓരോരോ സ്ഥലത്ത് നമ്മളെ എത്തിക്കും. അത് നമ്മളെ ഹജ്ജിന് ഭംഗം വരാതിരിക്കാൻ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. നമ്മൾ മനാസിക് വായിച്ചു നോക്കിയിട്ട് എടുക്കപ്പം തന്നെ പോണ്, രാവിലെ പോയാൽ പോരെ എന്ന് ചോദിച്ചളകാൻ നിൽക്കരുത്. അത് പല ഹാജിമാർക്കാണ് കാണാറുണ്ട്. കാരണം മനാസിക് വായിക്കും, എന്നിട്ട് അതിൽ കാണാം ഉച്ചക്കാണ് എത്തേണ്ടത്. അപ്പൊ ബസ് വരുമ്പോ ചില ഹാജിമാർ ഒരു ആക്കാരം നേണ്ട് പറയും, അല്ല ഉസ്താദ് എവിടേക്കേ പോണേ? നമ്മളെ മിനയിലേക്ക്. ഇപ്പോഴാ മിനിക്കോല്? അല്ല ഇപ്പൊ തന്നെ പോകാൻ ഞങ്ങൾ പുസ്തകങ്ങളൊക്കെ കണ്ടില്ലേ, മറ്റേ മൂല്യയുടെ ക്ലാസ് കെട്ടിയില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ പണ്ടൊരാൾ അറഫീഖ് തന്നെ എത്തിയില്ലല്ലോ. എന്താ കാരണം? അറഫീഖ് നേരം വെളുത്തിട്ട് പോയാൽ മതി, ഉച്ചയോട് കൂടെ അവിടെ എത്തിയാൽ മതി എന്നൊക്കെ പഠിച്ചു.
മുത്തൈഫിന്റെ ആളുകളൊക്കെ വന്ന് ബസ്സും കയറ്റി ആളുകളൊക്കെ കൊണ്ടുപോയി. ഇവര് നമുക്ക് രാവിലെ പോകാന്ന് പറഞ്ഞ് കാത്തിരുന്ന് അവസാനം അറഫന്റെ സമയത്ത് അറഫയ്ക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ കർമ്മങ്ങളിൽ അപകടം വരാതിരിക്കാൻ അവിടുത്തെ മുത്തയ്യിഫുമാർ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മുടെ കർമ്മങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. അത് ചോദ്യം ചെയ്യാനോ ഒച്ചപ്പാടുണ്ടാക്കാനോ നമ്മൾ നിൽക്കരുത്. കാരണം നമ്മുടെ അമലുകൾ കൃത്യമായി നടക്കണമെന്ന് അവർക്ക് ശാഠ്യമുണ്ട്. അതിനെ കുറിച്ച് നേരത്തെ തന്നെ അവിടെ കൊണ്ടുപോയിടും. പക്ഷേ മിനയിൽ യൗമുത്തർവിയ, മിനയിൽ നിൽക്കേണ്ടത് ഉച്ച മുതലാണ്. ഉച്ച മുതൽ നേരം വെളുക്കുന്നത് വരെയുള്ള സമയം മിനയിൽ എന്താ പണി? ഹജ്ജിന് പോയി നമുക്ക് മിനയിൽ എന്താ പണി? ഒരു പണിയില്ല, ഒരു പണിയില്ല. കാരണം മിനയിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. അവിടെ ചെന്ന് ചെല്ലേണ്ട ദിക്റുകളെ കണ്ടതൊക്കെ അങ്ങനെ ചെല്ലാം. പിന്നെ മിനയിൽ എന്താ പണി? ഞാൻ നല്ലൊരു പണി അറിഞ്ഞുതരാം. മിനയിൽ എല്ലാ സ്ഥലത്ത് ഒരു മൂലക്ക് പോയി ഇരിക്കുക. എന്നിട്ട് ഇതിൽ വന്ന പഴയ മെസ്സേജൊക്കെ ഉണ്ടാവുമല്ലോ, അതേ പ്രകാരം പഴയ ഫോട്ടോസ് അതൊക്കെ ഇങ്ങനെ. ചില ആളുകൾ കല്യാണത്തിന് വന്നു കണ്ടു. ഞങ്ങൾ കല്യാണത്തിന് ബിരിയാണി വളമ്പാൻ നേരം വയ്ക്കിയാൽ ഇരുന്നിട്ട് ഇത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യല പരിപാടി. പുണ്യമായ മിനയിൽ പോയാൽ എളുപ്പമുള്ള പണിയാണ്. എത്രമാതിരി നേരം വെറുതെ ഒരു പണിയില്ലല്ലോ, വെറുതെ ഇരിക്കല്ലേ. ഫുള്ള് ഡിലീറ്റ് ചെയ്ത് നന്നായി ഉഷാറാക്കാം. എന്നാ ഡിലീറ്റ് ചെയ്യണം. പക്ഷെ ഈ ഹലാക്കത്തതല്ല, മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലെ ദോഷങ്ങളെ. കാരണം ഇത് അമ്പിയാക്കന്മാരിരുന്ന മണ്ണാണ്. രണ്ട് ഭാഗത്തുള്ള മലയുണ്ട്. ആ മലയുടെ മുകളിൽ ഒരു വെള്ള സ്തൂപമുണ്ട്. ആ വെള്ള സ്തൂപത്തിന്റെ മുകളിലേക്കാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ കുഞ്ഞിമോന്റെ കയ്യും പിടിച്ച് അറുക്കാൻ അള്ളാഹുവിന്റെ പ്രഖ്യാപനവുമായി കൊണ്ടുപോയ മലയുടെ തൈഭാഗത്തുള്ള ഒരൽപ്പസമയത്ത് ഈ ദുൽഹജ്ജ് 8 അന്ന് ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ ഒരുമിച്ച് കൂടിയ സ്ഥലമാണിത്. അതുകൊണ്ട് റബ്ബേ, ഞാൻ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന അബദ്ധം വന്നിട്ടുണ്ട്, മാപ്പാക്കണേ എന്ന് ആ മഹത്തായ മിനയിലെ യൗമുത്തർവിയുടെ ദിവസം അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞു ദ്വാരക്കാനും ദിക്റുകൾ ചൊല്ലാനും ഖുർആൻ ഓതാനും അള്ളാഹുവിനോട് കരമുയർത്താനും ആർക്ക് കഴിഞ്ഞോ അവർ വിജയിച്ചു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നിങ്ങളേക്കും അങ്ങനെയൊന്നും ഇപ്പൊ അവിടെ കണ്ടോളണമെന്നുണ്ടോ? ഞാൻ നിന്റെ ഹാജിമാരോട് അജ്ജമ്മമാരോട് പറയാണ്, അവിടെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നിങ്ങൾ നോക്കേ ചെയ്യരുത്. യൗമുത്തർവിയയുടെ ദിവസം ഇത് അള്ളാഹു ഞങ്ങളോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞതാണ്, ഇവിടെ വരാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിവിന്റെ പരമാവധി എന്തെങ്കിലും ചെയ്ത് കൂട്ടട്ടെ എന്ന് ചിന്തിക്കുക. വേണ്ടാത്ത സംസാരങ്ങളോ വർത്താനങ്ങളോ വരാതിരിക്കുക. യൗമുത്തർവിയ കഴിഞ്ഞ് നേരം വെളുത്താല് നമ്മളെ അറഫയിലേക്ക് കൊണ്ടുപോകും. ദുൽഹജ്ജ് 9 രാവിലെ. ശരിക്കും ദുൽഹജ്ജ് 9 ഉച്ചക്കാണ് എവിടെ എത്തേണ്ടത്? അറഫയിലെത്തേണ്ടത്. പക്ഷേ മുത്തയ്യിഫന്മാർ ഉച്ചക്ക് രാവിലെ കൊണ്ടുപോകാൻ കാത്തുക്കൂല. രാത്രി ഏശ കഴിഞ്ഞാൽ തന്നെ പോണ്ടി വരും. നമ്മൾ അറഫയിൽ നേരത്തെ കൊണ്ടുപോയി ആക്കും. അത് അംഗീകരിക്കല്ലാതെ നിർവാഹമില്ല. നേരത്തെ നമുക്ക് നിശ്ചയിക്കപ്പെട്ട ടെന്റിൽ പോയി നിന്നാൽ ഉച്ച മുതലാണ്. അവിടെ ഒരു പള്ളിയുണ്ട്, വിശാലമായ ഒരു പള്ളി. ആ പള്ളിയുടെ പേര് മസ്ജിദ് ഇബ്രാഹിം. ആ പള്ളി നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് നെമിറ. അതുകൊണ്ട് മസ്ജിദ് നെമിറ എന്നും പറയാറുണ്ട്. റസൂലുള്ള നിസ്കരിച്ചത് ളുഹുറും അസറും ജമ്മാക്കി നിസ്കരിച്ചിട്ട് അള്ളാന്റെ ഹബീബ് ളുഹുറിന് ശേഷം അറഫയിലേക്ക് പ്രവേശിച്ചു. ഈ പള്ളിയുടെ ഒരൽപ്പം അറഫയിലും ബാക്കി പുറത്തുമാണ്. അതൊക്കെ ഹജ്ജിന്റെ മുമ്പൊക്കെ മക്കത്ത് പോയി നിൽക്കുമ്പോൾ അതൊക്കെ കാണാൻ പോകാം. അല്ലാതെ അറഫയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഇപ്പൊ അതൊന്നും കാണൂല. ഏതായാലും ഉച്ചയോട് കൂടെ അറഫയിൽ നിൽക്കുന്നു. അറഫയിലുള്ള ഒരു നമുക്ക് തയ്യാറാക്കി കഴിഞ്ഞ പരിമിതമായ സൗകര്യങ്ങളുള്ള അറഫ. ആ അറഫ അബുനാബുൽ ബഷർ ആദം അലൈഹിസ്സലാം ആകുന്ന നമ്മുടെ ഉപ്പയുടെയും ഉമ്മ ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെയും നിക്കാഹ് സ്വർഗത്തിൽ വെച്ച് നടന്നിട്ടുണ്ടെങ്കിലും, പിന്നെ പഠിച്ച ഹവ്വാ ബീവിയുടെ നിക്കാഹ് അവിടെ നിന്ന് കൊണ്ട് നിക്കാഹ് നടന്നിട്ടുണ്ടെങ്കിലും അവരെ ഭൂമിയിലേക്ക് ഇറക്കി. ഒരാള് ചരിത്രത്തിൽ മഹാന്മാര് പറയുന്നു ജിദ്ദയിൽ ഇറക്കി. അതുകൊണ്ട് ഇപ്പോൾ അറബികൾ ജദ്ദ എന്ന് പറയും. ഒരാളെ ഹവ്വാ ബീവിയെ ആദം നബിയെ നമ്മുടെ ഇവിടെയും ഇറക്കി ഇന്ത്യയിൽ. രണ്ടുപേരും തെരഞ്ഞ് നടന്ന് രണ്ടുപേരും കണ്ടുമുട്ടിയ സ്ഥലമാണ് പോൽ അറഫ. അറഫ ഹജ്ജിന്റെ മുഖ്യമായ ഒന്നാണ്. അൽ ഹജ്ജു അറഫ. അറഫയിൽ ആ സമയത്ത് എത്തിയില്ലേ ഓൻക്ക് ഹജ്ജില്ല. രോഗികളായി ഹജ്ജിന് പോയിട്ട് സോക്കടായി കിടക്കുന്ന രോഗികളുണ്ടല്ലോ, ആ രോഗിയാളെ മുഴുവനും, ചെറിയൊരു ബോധമുള്ള രോഗിയാളെ മുഴുവനും ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് ഗവൺമെന്റ് ചെലവിൽ ആംബുലൻസിൽ അറഫയിൽ കൊണ്ടുവരും.
അറഫയിൽ കൊണ്ടുപോയി. ഒരിക്കൽ ഞങ്ങളിങ്ങനെ പിന്നെ നോക്കുന്ന സമയത്ത് എല്ലാവരും അറഫയിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ലാസ്റ്റ് സമയമായപ്പോ പിന്നെ വരിയായിട്ട് ആംബുലൻസ് പോവുക. നോക്കുമ്പോ എന്താ, അറഫയിൽ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് ആംബുലൻസുകളിൽ രോഗികളെ കൊണ്ടുവന്നതാ. അറഫയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടും. അറഫയിൽ എന്താ പണി? അറഫയിലും ഇതേപോലെ പൊട്ടിക്കരയ, അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യ. അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ഹാജിമാരോട് അജ്ജമ്മമാരോട് ഞാൻ പറയാണ്, അറഫയിലിരുന്ന് രാഷ്ട്രീയം പറയുന്നവർ, അറഫയിലിരുന്ന് നാട്ടിലെ പരസ്പരം പ്രശ്നങ്ങളും മറ്റും കൈകാര്യം ചെയ്യുന്നവർ, അറഫയിൽ ഇരുന്നിട്ട് മൊബൈലും കളിച്ചിരിക്കുന്നവർ, നഊദു ബില്ലാഹ്. അറഫ അള്ളാഹുവിനോട് പൊട്ടിക്കരയേണ്ട ദിവസം, ഇബ്ലീസ് നട്ടോട്ടമൂടുന്ന ദിവസം, പിശാചുണ്ടാക്കിയ കോട്ടകൊത്തളങ്ങളൊക്കെ തകർന്നു വീഴുന്ന ദിവസം, അതാണ് അറഫ. അറഫ കഴിയലോടുകൂടെ നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തുനിന്ന് ഉറപ്പാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതാണ് അറഫ. അറഫയിൽ രാത്രി വരെയുള്ള സമയങ്ങളിൽ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞതു ആയിരിക്കന്നെ. അങ്ങനെ അത് കഴിഞ്ഞ് ദുൽഹജ്ജ് 9 അന്ന് മഗ്രിബോട് കൂടെ അറഫയിൽ പോകാൻ തുടങ്ങും. അറഫയിൽ നിന്ന് പോകാൻ തുടങ്ങും. അറഫയിൽ നിന്ന് പോകുന്നത് നേരെ എവിടുക്കാ? മുസ്ദലിഫയിലേക്കാണ്. മുസ്ദലിഫയിൽ സുബഹി ബാങ്കിന്റെ മുമ്പ് ഒരല്പനേരമെങ്കിലും ഉണ്ടാകണം. രാവിലെ വരെ അവിടെ രാപ്പാർക്കലാണ് ഏറ്റവും പരിപൂർണമായ രൂപം. രാവിലെ വരെ അവിടെ രാപ്പാർക്കലാണ് പരിപൂർണ രൂപം. നടന്നു പോകുകയാണെങ്കിൽ വളരെ സൗകര്യമാണ്. പക്ഷെ കൂട്ടത്തിലാകുമ്പോൾ നടന്നു പോകാൻ വയസ്സായ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞോളന്നില്ല. ബസ്സിലാകും പോകുക. നടക്കാൻ നല്ല സൗകര്യമുള്ള പന്തലുണ്ട്. അങ്ങനെ നടന്ന ഈ ബസ്സിന് പോണതിനേക്കാളും സുഖത്തിൽ അവിടെ എത്തും. രാപ്പാർക്കലൊക്കെ നടക്കും. മുസ്ദലിഫയിൽ ഇറങ്ങി, മുസ്ദലിഫയിൽ പറ്റുന്നിടത്ത സ്ഥലത്ത് ഇറങ്ങി അവിടുന്ന് കല്ല് പെറുക്കുക. ജംറകളെ എറിയാനുള്ള കല്ല് പെറുക്കും. സാധിക്കുന്ന അത്ര കല്ല് പെറുക്കുക, സാധിക്കുന്നിടത്തോളം പെറുക്കുക, ബാക്കിയുള്ളവരൊക്കെ സഹായിക്കുക. അവിടുന്ന് തന്നെ പെറുക്കൽ നിർബന്ധമൊന്നുമില്ല കേട്ടാ. ഇനി അവിടുന്ന് ഒരാൾക്ക് കല്ല് പെറുക്കാൻ കിട്ടിയില്ല, അയാൾ ചൂടാകാൻ നിൽക്കണം. അതൊന്നും വേണ്ട, ഒപ്പമുള്ളവരിന്നൊക്കെ വാങ്ങാം. ഏതൊന്ന് കിട്ടിയാലും മതി. അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജംറകൾ എറിയാനുള്ള 70 കല്ലുകൾ അത് പെറുക്കിയത് മുസ്ദലിഫയിൽ നിന്നുകൊണ്ടാണ് എന്ന് മാത്രം. സാധിക്കുന്നവർക്കൊക്കെ പെറുക്കാം, പെറുക്കാൻ കഴിയാത്തവർക്ക് നമുക്ക് കൊടുത്ത് സഹായിക്കാം. ഏതായാലും അതും പെറുക്കി നേരം വെളുക്കലോട് കൂടെ നമുക്ക് ദുൽഹജ്ജ് 10 നമ്മളെ മിനയിൽ യൗമു തർബിയന്റെ അന്ന് പാർത്ത ടെന്റ്, ആ ടെന്റിലേക്ക് തിരിച്ചെത്തി. ഇപ്പൊ എന്ന് ഇഹ്റാം ചെയ്ത ദുൽഹജ്ജ് 7, ചില ആളുകൾ ദുൽഹജ്ജ് 6 ഇഹ്റാം ചെയ്തിട്ടുണ്ടാവും. മദീനയിൽ നിന്ന് വരുന്നവരൊക്കെ ചെയ്തിട്ടുണ്ടാവും. മദീനയിൽ നിന്ന് വരുന്നവർ, മക്കയിൽ താമസിക്കുന്ന ഗവൺമെന്റ് ഹാജിമാർ കഴിവിന്റെ പരമാവധി 7 ഉംറയ്ക്ക് ഹജ്ജിന് ഇഹ്റാം ചെയ്യാം. ഏതായാലും 7 കഴിഞ്ഞു, 8 കഴിഞ്ഞു, 9 കഴിഞ്ഞു, 10 രാവിലെ ഇപ്പൊ മിനയിലേക്ക് തിരിച്ചെത്തി. ഇനി ഈ മിനയിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ ഇനി ഇവിടെ ചെയ്യേണ്ട എന്താ? ആദ്യത്തെ ദിവസം ഒന്നുമില്ല. പെരുന്നാളിന്റെ ദിവസം അന്ന് ജംറത്തുൽ അഖബയെ 7 കല്ലുകൊണ്ട് എറിയുക. സൂര്യൻ ഒരു കുന്തത്തിന്റെ കതിർ ഉയർന്നത് മുതൽ ഉച്ചവരെയുള്ള സമയം, ആ സമയത്താണ് ഏറ്റവും നല്ലത്. നമുക്ക് എന്ത് ചെയ്യാ? 7 കല്ല് കയ്യിലെടുക്കുക, ജംറകളിലേക്ക് നടന്ന് അവിടെ ജംറ ഗ്രൗണ്ട് ഫ്ലോർ, അതായത് പിന്നെ അടിഭാഗം, അതിന്റെ മേലെ 4 തട്ടാണ് ഇപ്പൊ ജംറ എറിയാനുള്ള സൗകര്യത്തിന് വേണ്ടി. വലത്തെ കയ്യിൽ ഇങ്ങനെ, ഇടത്തെ കയ്യിൽ ഇങ്ങനെ ആ കല്ല് കടലമണിയോളം വലിപ്പമുള്ള കല്ല് പിടിച്ചിട്ട് ആ കൈ കൊണ്ട് ഇങ്ങനെ 2 കൈ കൊണ്ട് കല്ലിങ്ങനെ പിടിച്ചിട്ട് അതിന്റെ ആ കളത്തിലേക്ക് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എറിയുക. 7 വട്ടം എറിഞ്ഞ് നമ്മൾ നമ്മുടെ റൂമിലേക്കോ ടെന്റിലേക്കോ തിരിച്ചെത്തി പിന്നെ മുടി കളയുക, അല്ലെങ്കിൽ മുടി വെട്ടുക. അതോടുകൂടെ 1-ാം തഹല്ലുലായി. ഇനി നമുക്ക് കുളിച്ച് തുണിങ്കുപ്പായൊക്കെ മാറ്റാം. പക്ഷേ 2-ാം തഹല്ലുലാകുമ്പോഴേ ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് വസ്ത്രം നല്ല വസ്ത്രങ്ങളൊക്കെ മാറ്റി ഉഷാറാവാം. ഇനി ഈ 3 ദിവസം ദുൽഹജ്ജ് 11, 12, 13 ഈ 3 ദിവസങ്ങളിൽ മിനയിൽ താമസിക്കണം. മിനയിൽ താമസിച്ചിട്ട് ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ 3 ജംറകളെയും 7 കല്ലുകൊണ്ടെറിയണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാവിലെ ഫസ്റ്റിലെ ദിവസം എറിയൽ ഏറ്റവും പരിപൂർണമായ രൂപം രാവിലെ എറിയല. ചിലപ്പോൾ നമ്മളെ മുത്തയ്യിഫന്മാർ രാവിലെ പോകാൻ അനുവദിക്കൂല.
ചില ഈ ജിദ്ദീന്നും മറ്റൊക്കെ മക്കളും മരക്കളൊക്കെ വന്നുകാണ്ട് ചിലപ്പോ പറയും ഉമ്മാനിപ്പാനി ഞാൻ കൊണ്ടുപോയിക്കോളാം, രാവിലെ അല്ല അഫ്ളല് ഞാൻ കൊണ്ടുപോയിക്കോളാം അറിയും. നമ്മളെ ഒപ്പമുള്ള അമീറന്മാരെ ബന്ധപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോ എന്നാ പിന്നെ മക്കൾ പറയുമ്പോൾ എന്താ കാട്ടുക, ഒരു ചൂടാകില്ലേ വിട്ടാണ്ട് കൊടുക്കും. പക്ഷേ ആ സമയത്ത് മുത്തയ്യിഫുമാർ നമ്മളെ വിടാത്തത് അവിടെ അതിശക്തമായ തിരക്കായിരിക്കും. നമ്മളെ ഉമ്മാൻ്റെയും ബാപ്പാനെയും കയ്യെ പിടിച്ചതിൻ്റെ ഉള്ളിക്കാണ്ട് പോകലോടുകൂടെ ഒരാളെ കയ്യും വന്നെങ്ങാനും മോൻ്റെ കയ്യാണ്ട് പോയാൽ പിന്നെ ആ അമ്മ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. അപ്പൊ ഞമ്മക്കൊരു ആഫത്തും വരാതിരിക്കാൻ, ഒരു അപകടവും വരാതിരിക്കാനാണ് മുത്തയ്യിഫന്മാർ നിയന്ത്രണങ്ങൾ വരുത്തുന്നത് എന്ന് നമ്മൾ നന്നായി ചിന്തിക്കണം. അപ്പൊ അതിന് ഉച്ചയ്ക്ക് ശേഷം എറിഞ്ഞാൽ മതിയോ? മതി, ഒരു പ്രശ്നമില്ല, ഉച്ചയ്ക്ക് ശേഷം എറിഞ്ഞാൽ മതി. അതേ പ്രകാരം ജംറത്തുൽ അഖബ, ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത 3 ജംറകളെ എറിയുന്നത് 3 ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ഇതിന്റെ സമയം. രാത്രി എറിയാൻ പറ്റുമോ? എറിയാം. ഇനി ഇന്നലെ എറിയാൻ കഴിഞ്ഞില്ല, അതും കൂടി കൂട്ടിയിട്ട് ഇന്ന് എറിയാൻ പറ്റുമോ? ഒരു പ്രശ്നമില്ല. ആ രൂപത്തിൽ ഇസ്ലാം ഒരുപാട് വിശാലമായ സൗകര്യം നമുക്ക് തരുന്നിരുന്നത് നമ്മളൊരു അപകടത്തിൽപ്പെടാതിരിക്കാനാണ്. അപ്പൊ നമുക്ക് നമ്മളെ നിയന്ത്രിക്കുന്നവർ പറയുന്ന ആ സമയവും രൂപവും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാകണം നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നർത്ഥം. പിന്നെ ഈ 3 ദിവസത്തിന്റെ ഇടയിലോ 3 ദിവസം കഴിഞ്ഞിട്ടോ നേരെ മക്കത്ത് പോവുക, തവാഫും ചെയ്യുക, സഅയും ചെയ്യുക. അതോടുകൂടെ ഹജ്ജ് പൂർത്തിയായി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹജ്ജ് ചെയ്തു, ഹജ്ജ് കഴിഞ്ഞു. എത്ര എളുപ്പ, ബസ്സിന് വരും. പക്ഷേ ഇനി ഞാൻ ചില കാര്യങ്ങൾ എൻ്റെ ഉമ്മമാരോട് പറയാം, ഹജ്ജിമാരോട് പറയാം. ഇങ്ങനെ കർമ്മങ്ങൾ വിശദീകരിക്കുമ്പോൾ വളരെ എളുപ്പമാണ്. പക്ഷെ ഈ കർമ്മങ്ങളുടെ കൂടെ നമ്മുടെ മനസ്സുണ്ടാകണം. അതിന് ഒന്നാമതായി ഞാൻ കഴിഞ്ഞ വർഷം നിങ്ങളോട് പറഞ്ഞു എന്ന് തോന്നുന്നു, ഈ വർഷവും ഞാൻ ശക്തമായ രൂപത്തിൽ പറയുന്നത്, ഹജ്ജിന് പോകുന്ന ഹാജിമാരും ഹജ്ജുമ്മമാരും അവനവന്റെ തടിയെക്കുറിച്ച് ബോധമുണ്ടാകണം, അവനവന്റെ ആരോഗ്യത്തിനെ കുറിച്ച് ബോധമുണ്ടാകണം. സാധാരണ ഗുളിക കുടിക്കുന്ന ഹാജിമാരെ ഹജ്ജുമ്മമാരെ മക്കയിലും മദീനയിലും വെച്ച് നിങ്ങൾ ആ ഗുളിക ഒരു ദിവസം പോലും നിർത്തരുത്. കൃത്യമായി സാധാരണ കുടിക്കുന്ന ഗുളിക കുടിച്ചുകൊണ്ടേയിരിക്കണം. മക്കല്ലേ മദീനല്ലേ പഠിച്ചോ നോക്കിക്കോളും പറഞ്ഞാണ്ട് പ്രഷറിന്റെയും പ്രമേയത്തിന്റെയും ഗുളികാണ്ട് ഒഴിവാക്കിയാൽ പിന്നെ പഠിച്ചോനല്ല ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ നോക്കേണ്ടി വരും. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, ചെറിയ മാനസിക പ്രശ്നമുള്ളവരുണ്ടാവും, അതിനാ ചെറിയ ഗുളിക കുടിക്കണവരുണ്ടാവും. അള്ളാന്റെ ഭൂമിയല്ലേ, അള്ളാഹുവിന്റെ മക്കത്തല്ലേ, ഞാൻ അവിടെ വെച്ചതാണ്ട് ഒഴിവാക്കട്ടെ, മൂച്ചി പിരാന്താണ്ടാവും. അതിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ചങ്ങായി റോട്ട് മറ്റിട്ട് പുതിയണ്ണിനടിച്ച, ഭാര്യനടിച്ച, അവസാനം ഭാര്യനെ അടിക്കടി കണ്ടിട്ട് അറബി വന്ന് ഇയാളെ അടിക്കുക. അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ സംഭവം, ഇയാളൊരു ചെറിയ ഗുളിക കുടിക്കാറുണ്ട്. അത് മക്കത്തെത്തിയതിനു ശേഷം ഇതിനെ കുറിച്ചിട്ടില്ല. ഹാജിമാരോട് അജ്ജുമ്മമാരോട് ഞാൻ പറയാണ്, പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഡോക്ടർമാരെ കാണണം. നിങ്ങളുടെ രോഗങ്ങളൊക്കെ ശരിക്കും അവർ പരിശോധിക്കണം. നിങ്ങൾക്ക് കുടിക്കാനുള്ള മരുന്നുകൾ നേരത്തെ നിങ്ങൾ വാങ്ങണം. ഒരു 40 ദിവസത്തിനെങ്കിലും നിങ്ങളെ കയ്യിൽ മരുന്നുകൾ ഉണ്ടാകണം. അത് കൃത്യമായി കുടിക്കണം. മക്ക മദീന എന്ന് പറഞ്ഞ് സാധാരണ ഒരുക്കി കുടിക്കാറുള്ള ഗുളിക മാറ്റി വെക്കരുത്. ഒന്ന്. രണ്ടാമത്തെ ഒന്ന്, ഹാജിമാരെ ഹജ്ജുമ്മമാരെ, ഞങ്ങളെ കൂടെ പോയി ഇതിനിടക്ക് നമുക്ക് പരിചയമുള്ള ഒരു ഗ്രൂപ്പിൽ ഒരു ചെറുപ്പക്കാരൻ പോയി. നല്ല യുവാവ് ചടുലമായ ചെറുപ്പക്കാരൻ. നമ്മളെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ അവരോട് പറയും, നിങ്ങൾ നാലെല്ലാം തിന്നോണ്ടി അറിയും. ഇവിടെ വന്നാൽ മക്കത്തും മദീനത്തും പോയാൽ കിട്ടണത് അവനാന്റെ വളർച്ച തിന്നണം. കിട്ടണത് എന്താണോ നമുക്ക് പറ്റണത് ഉണ്ടാവും അവിടെ, അത് തിന്നെ കഴിക്കന്നെ. പക്ഷെ ഇവൻ ചെറുപ്പക്കാരൻ നല്ല ദീനി തൽപരന. രാവിലെ ഹറമുക്കാണ്ട് പോകും, വൈകുന്നേരം ഹറമുന്നിട്ട് വരും. എന്നിട്ട് പറയും, തീറ്റി കുടിക്കൊന്നും വന്നല്ലല്ലോ ഇപ്പൊ നമ്മളിവിടെ, അതൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലില്ലേ, ഇവിടെ നമ്മൾ ഇബാദത്തിന് വന്നതല്ലേ. 2 ദിവസം ഇബാദത്തിന് വന്നു. അവന് രാവിലെ അവിടെ പോകും സുബൈക്ക്, പിന്നെ വരല് മഗ്രിബ് കഴിഞ്ഞിട്ടാ. രാവിലെ വെള്ളം നമ്മളുടെ ഇബാദത്ത് വന്നതല്ലേ. 4-ാമത്തെ ദിവസം ഛർദിയാണ്ട് തുടങ്ങി. 4-ാമത്തെ ദിവസം ഛർദിയാണ് തുടങ്ങി, ആളാണ്ട് തളർന്നു. അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. ഇബാദത്ത് അവിടെ അവസാനിച്ചു. പിന്നെ ഉംറക്കും ഇല്ല, ഒന്നിനുമില്ല, വരാൻ കഴിയൂല. ഡോക്ടർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഒറ്റ കാരണം, സമയത്ത് ഭക്ഷണം കഴിച്ചാൽ ആള് തളർന്നുപോയി. കർമ്മങ്ങളല്ലേ, ഉംറ, തവാഫ്, സഅയ് എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ വെയിലുള്ള സമയത്തും കൂടി ആവുമ്പോൾ കുറച്ച് പണിയാണ്. അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന ഹാജിമാരോട് ഹജ്ജുമ്മമാരോട് രണ്ടാമത് ഞാൻ പറയുന്നത്, കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചോളണം. കൃത്യസമയത്ത്. അത് കഴിഞ്ഞിട്ടുള്ള ഇബാദത്ത് മതി.
ഉച്ചക്കത്തെ ഭക്ഷണം വൈകുന്നേരം തിന്നുക, വൈകുന്നേരത്തെ ഭക്ഷണം നേരം വെളുക്കുമ്പോ തിന്നുക. ഈ പരിപാടി ഉമ്മമാര് ചെയ്യരുത്, ഉപ്പമാര് ചെയ്യരുത്. നിങ്ങൾ രോഗികളായാൽ കഷ്ടപ്പെടുന്നത് നിങ്ങൾ തന്നെയാണ്, വേറെ ആരും ഉണ്ടാവില്ല. മക്കത്തെ മദീനത്തെ ഹോസ്പിറ്റലിന്റെ കഥ കേൾക്കണം. നിങ്ങളെ ഉസ്താദ് പേടിപ്പിച്ചാണോ? ആ പേടിപ്പിച്ചു തന്നെയാണ്. ഇത് പേടിപ്പിക്കാൻ ഞാൻ ശരിയാവില്ല. മക്കത്തെ മദീനത്തെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് രോഗം വന്നാൽ ആ രോഗിനെ കൊണ്ടുപോയിക്കാണ്ട് ഹോസ്പിറ്റലിൽ കണ്ട് കൊടുക്കല. അപ്പൊ മക്കത്തെ നിന്നോൽക്കൊക്കെ അറിയാലോ. രോഗിനെ ഹോസ്പിറ്റലിൽ കണ്ട് കൊടുക്കല. ഈ ആളായിട്ട് സിസ്റ്റർമാർ ഉള്ളിൽ കണ്ട് പോയി വാതിലാണ്ടടക്കും. നമ്മളത് കഴിഞ്ഞു. ഭാര്യനാണ്ട് കൊടുത്ത് ഭർത്താവ് മുറ്റത്തവിടെ ഇരിക്കുക ആ എസിയിൽ. അല്ലാതെ ഇനി എന്താ അതിൻ്റെ ഉള്ളിൽ നടക്കണ് ഒന്നും പുറത്തറിയില്ല. ഏതെങ്കിലും ഒരു ദിവസം ഒരു മണിക്കൂർ നേരം കാണാൻ പറ്റണ നേരത്തൊന്ന് കാണുക, പുറത്തു വരിക, ബസ്. ഇതല്ലാതെ ഏത് സമയത്തും മക്കത്തും മദീനത്തുള്ള ഹോസ്പിറ്റലിൽ ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല. നമ്മളെ ആജിയമാരല്ലേ, നമ്മളെ അജ്ജമ്മമാരല്ലേ, ഓലെങ്ങാനും അവിടെ ചെന്നതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ ഏതാ ചികിത്സിക്കുന്ന താത്ത ബംഗാളി അല്ലെങ്കിൽ പാകിസ്ഥാനി അല്ലെങ്കിൽ മറ്റേ സൂര്യ, ഓലിക്ക് വല്യമ്മാനോട്, വല്യമ്മാക്ക് എന്ത് ഈ സോക്കട എന്താന്ന് പറയാൻ വല്യമ്മാക്ക് തിരിയണ്ടേ, അസുഖം എന്താന്ന് പറയാൻ വല്യപ്പാക്ക് തിരിയണ്ടേ. അവസാനം ഓല് പറഞ്ഞത് ഇയാൾക്കും തിരിയില്ല, ഇവര് പറഞ്ഞ ഓൽക്കും തിരിയില്ല. ഓലങ്ങനെ മരുന്ന് എടുക്കും. പിന്നെ കുറച്ചാണ് കഴിഞ്ഞ് നോക്കിയാണ് അവിടെ കല്ല ഓട്ടാക്കിയിട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ടാവും. എന്തിനാ ഈ പൈപ്പ് ഇട്ടത്? ഇട്ടോൽക്കും അറിയില്ല, എമ്മക്കും അറിയില്ല, താത്താക്കും അറിയില്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. കഞ്ഞി ഉണ്ടാവും, എന്താണുള്ളത് അത് കഴിക്കുക. തണുത്തത് കഴിക്കാതിരിക്കുക, തണുത്തത് തൊടാതിരിക്കുക, തണുത്ത സംസം വെള്ളം പോലും തണുത്തത് കുടിക്കാതിരിക്കുക. കുടിക്കാൻ രസം ഉണ്ടാവും. സംസം വയറു മുബറത് അവിടെ ഉണ്ട്, തണുക്കാത്ത വെള്ളമുണ്ട്, അത് കുടിക്കുക. അല്ലാതെ തണുത്ത വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, അത് കുടിച്ചാൽ ജലദോഷം വരും, നീരിറക്കം വന്നാൽ ഹോസ്പിറ്റലിൽ പിന്നെ പോണ്ടി വരും, അപകടമാണ്. അതുകൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഹർമ്മ് പോകാം, അത് കഴിഞ്ഞിട്ട് അമലുകളൊക്കെ ചെയ്യാം. അതേ പ്രകാരം പനി വരും. പനി വന്നാൽ പനി വന്നാൽ നമ്മളെ നാടുകളിലൊക്കെ ഉണ്ടല്ലോ ഒരു സ്വഭാവം. എന്താ ചെയ്യാ? പനി വന്നാല് കൊന്നും മാടത്തൊള്ള കഴിച്ച്, കൊന്നും മാടത്തൊള്ള കഴിച്ച്. മരോള നാട് പറയും, നോക്കി ഇമ്മ കുടിച്ചോളി, മാണ്ടടി തൊള്ള കഴിച്ചിട്ട്. അവിടെ മരോളൊന്ന് നോക്കി ഇമ്മ, അങ്ങോട്ട് നോക്കി ഇമ്മ എന്ന് പറയാണ്ടാവൂല. കഴിച്ച തൊള്ള കണ്ണും ചിമ്പി കഞ്ഞിയാണ്ട് കുടിച്ചു തന്നെ. അല്ലാതെ ശരീരം ക്ഷീണിച്ചാൽ ഒരിക്കൽ ഹജ്ജിന് പോയ ഒരു അജേര് ഇതേ പ്രകാരം പനി വന്നു, റൂമിൽ കടന്നു. കഞ്ഞി കൊണ്ടുപോയി കൊടുത്താലും കുടിച്ചൂല, എന്ത് കൊണ്ടുപോയി കൊടുത്താലും കുടിക്കുക. എനിക്ക് വേണ്ടേ. ഉസ്താദന്മാരൊപ്പം പോയ ഉസ്താദന്മാർ ചെന്ന് ചീത്ത അറിയുമ്പോ ചിലപ്പോ ഒരു കയ്യിലാരെ കുടിക്കും, പിന്നെ മുമ്പിലാ കൊടുക്കും. അവസാനം കിടക്കണോന്ന് നീക്കാൻ വയ്യാഞ്ഞിട്ട് ആംബുലൻസ് വന്നിട്ട് എടുത്തു കൊണ്ടോണ്ടി വന്നു ഹോസ്പിറ്റലിലേക്ക്. അതിനാണോ നമ്മൾ അവിടെ പോയത്? അപ്പൊ അതുകൊണ്ട് ഹാജിമാര്, ഹജ്ജുമ്മമാര് അവിടെ പോയാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി ഭക്ഷണം കഴിച്ചോളണം. പനി വന്നാൽ ചൂടുള്ള വെള്ളം നല്ലോണം കുടിക്കുക. എത്ര തൊള്ള കഴിച്ചെന്ന് നമ്മൾ പറഞ്ഞാലും നന്നായി കഞ്ഞി കുടിച്ചിട്ട് ശരീരം നല്ല ഉന്മേഷത്തിൽ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുക. അല്ല ഞാൻ കുടുങ്ങൽ നമ്മൾ തന്നെയാണ്. അള്ളാഹു എല്ലാ ഹാജിമാർക്കും റാഹത്തായി പോയി വരാൻ തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെയാണ് നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്, അള്ളാഹു ഹജ്ജിന്റെ വിഷയത്തിൽ മാത്രം പറഞ്ഞൊരു പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ പ്രവശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുമ്പോ നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിൽ വേണ്ടാത്തരം പാടില്ല, ഹജ്ജിൽ ആവശ്യമില്ലാത്ത വർത്താനം പാടില്ല, ഹജ്ജിൽ മറ്റുള്ളവരുമായി കലഹിക്കാൻ പാടില്ല. എന്താ ഹജ്ജിൽ മാത്രം അങ്ങനെ പറഞ്ഞു? ഹജ്ജ്, ഉംറ, സിയാറത്താകുന്ന ആ കർമ്മങ്ങളിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് പരസ്പരം പിണങ്ങുന്ന പ്രവർത്തനങ്ങളാണ്. പരസ്പരം പിണക്കം അവിടെ സംഭവിക്കും. എത്രയോ ഭാര്യയും ഭർത്താവും കൂടി അങ്ങോട്ട് പോയിക്കാണ്ട് നാട്ടിക്ക് വന്ന ഭാര്യയും ഭർത്താവും മുണ്ടണില്ല. പുതിയാപ്പളയും പുതുകൊണ്ടും കയ്യും പിടിച്ച് ചൊറുക്കിൽ പോയതാ എവിടേക്ക്? ഹജ്ജ് ചെയ്യാൻ. എന്നിട്ട് ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോ രണ്ടാളും കൈ വിട്ടുകണ്. എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്ന രണ്ടാളും മുണ്ടണില്ല. എന്താ കാരണം? ഭർത്താവ് 100,000 പരാതി ഭാര്യനെ കുറിച്ച്. ഞാൻ അവിടെ ഉണ്ടായിട്ടുള്ള വെള്ളം തരാൻ ഓള് വന്നില്ല, എനിക്ക് സമയത്തോള് കുളിക തന്നില്ല, എനിക്ക് സമയത്ത് എനിക്ക് ഭക്ഷണം തന്നില്ല, ഞാൻ എത്ര ഓളെ വിളിച്ചിട്ട് ഓള് വന്നില്ല. പെണ്ണ് പറയാണ്, ഞാൻ അവിടെ പുറമെ പോയി നോക്കുമ്പോ മൂപ്പരെ കാണൂല, മൂപ്പര അവിടെയും പടി നിൽക്കുകയാണ്, മൂപ്പരാണെങ്കിലോ എന്റെ മുന്നിൽ വെച്ച് ഒറ്റ പെണ്ണുങ്ങളെ ഒരു കൊഞ്ചുകയാണ്. താത്താക്കും പിരാൻ തളകി, കാക്കാക്കും പിരാൻ തളകി.
എവിടെ വെച്ചിട്ട്? പുണ്യഭൂമിയിൽ. അതൊക്കെ ഉണ്ടാവോ? എഴുതി വെച്ചോളൂ. അതെന്താ പ്രശ്നം എന്നറിയോ? ഈ ആണ് വേറെ പെണ്ണിനോട് ഭർത്താനം പറഞ്ഞതല്ല പ്രശ്നം. അവിടെ ശൈത്താൻ വന്ന് കാണും പെണ്ണിനോട് പറഞ്ഞത്, ഓക്കെ അതാ എന്റെ മാപ്പിള തട്ടിക്കൊണ്ടുപോകും. അപ്പൊ ഓളെ മനസ്സിലിങ്ങനെ തോന്നുന്നു, ശരിയല്ലേ ഓളെ അജ്ജൊക്കെ പോയി. പിന്നെ ഓളെ ചിന്ത ഇതാ, പുതിയാപ്പിളിനോട് വന്ന് ചോദിക്കാണ്, അഞ്ച് വിളിച്ചിട്ട് നീ ഓള് വരാത്ത, ഇവിടെ ഇങ്ങോട്ട് എത്തിയപ്പോ എന്നെ മറന്നില്ലേ? അതോടുകൂടി ഇയാൾക്ക് തോന്നുക, ശരിയാണില്ലേ, എന്താ പോളെ കഥ? രണ്ടാളും പണങ്ങി. സത്യത്തിൽ അതന്നെയാണ് ഇബ്ലീസിന് വേണ്ടതും. ലഅനത്തുല്ലാഹി അലൈഹി. എല്ലാ ദിവസവും രാവിലെ ഇബ്ലീസ് 4 ഭാഗത്തേക്ക് ആളെ പറഞ്ഞേക്കുമല്ലോ. എന്തിന്? ആളുകളെ പഴപ്പിക്കാൻ. ചില ആളുകളെ ഓൻ്റെ അനുയായികളെ 4 ഭാഗത്തേക്ക് പറഞ്ഞേക്കും. ഇത് പഴപ്പിക്കാൻ പോയ ഓൻ്റെ അനുയായികൾ വൈകുന്നേരം വരും. വൈകുന്നേരം വരുമ്പോ ഇബ്ലീസ് ആകുന്ന നേതാവ് അനുയായികളോട് ചോദിക്കും, അല്ലോടോ നിങ്ങൾ പോയിട്ട് എന്തൊക്കെ പണിയെടുത്ത്? അപ്പൊ ഒരു ടീം പറയും, ഞങ്ങൾ നിസ്കാരം മുടക്കി, തിരക്കടില്ല. മറ്റോല് പറയും, ഞങ്ങൾ പള്ളിയെ കോണതില്ലാതാക്കി, തിരക്കടില്ല. മറ്റോല് പറയും, ഞങ്ങൾ മൊബൈലിൽ കാണാൻ അവർക്ക് പ്രോത്സാഹനം നൽകി, തിരക്കടില്ല. എല്ലാ തെറ്റും ചെയ്യാൻ പ്രേരിപ്പിച്ച അനുയായികളോടൊക്കെ നല്ലത് പറയുമ്പോൾ ഒരു വിഭാഗം പറയണ പണി എന്താ അറിയോ? ഞങ്ങൾ നിസ്കാരം മുടക്കിയിട്ടില്ല, നോമ്പ് മുടക്കിയിട്ടില്ല, സൽക്കർമ്മങ്ങളൊന്നും മുടക്കി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇബ്ലീസ് ചോദിക്കും, എന്തിനാ നിങ്ങളെ അയച്ചത്? ഞങ്ങളോ? ഓലെങ്കിൽ ഭയങ്കര സ്നേഹത്തിൽ ജീവിക്കരുന്നു. അതിൻ്റെ ഉള്ളിൽ മെല്ലെ 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 പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇപ്പൊ ഒരു തമ്മിൽ മുണ്ടണില്ല. ഇബ്ലീസ് പറയും, അനക്കാണ് അവാർഡ്. ബാക്കിയുള്ളവർ ചെയ്ത പണിയൊക്കെ താൽക്കാലിക. ഓല് ഇബ്ലീസ് ഇങ്ങോട്ട് പോന്നപ്പോ തന്നെ പഠിച്ചോനെ ഞാൻ ദൂരസ്കരിച്ചില്ല റബ്ബേ, ഓടിപ്പോയി ദൂരസ്കരിച്ച് കണ്ട് മാപ്പാക്കണ റബ്ബേ, പറ്റിപ്പോയതാന്ന് പറഞ്ഞാൽ അള്ളാഹ് മാപ്പെടുക്കും. എന്നാ ഈ തെറ്റി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഉള്ളിൽ വെറുപ്പേറ്റ് നടക്കണവര്, അവരെ ഖിയാമത്ത് നാൾ വരെ അമല് ചെയ്താലും അള്ളാഹു അമല് സ്വീകരിക്കൂല. ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും പോകുന്ന ഹാജിമാരെ, പുണ്യമായ മക്കയിലെത്തിയാൽ നിങ്ങൾ താമസിക്കുന്നത് ഗവൺമെന്റ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ താമസിക്കുന്നത് ഒരു റൂമിലാണ്. ആ റൂമിൽ 4 ആളുണ്ടാകും, 5 ആളുണ്ടാകും. പരിചിതരല്ലാത്തവർ. ഇനി പരിചയമുള്ളവർ ആര്? പരിചയമുണ്ട്, കണ്ട് പരിചയമുണ്ട് എന്നല്ലാതെ ഒപ്പം പാർത്ത് പരിചയമില്ല. 4 ആളും കൂടി ഒരു കവറിൽ കൊടുത്തതാണ്. എല്ലാവർക്കും കൂടി റൂം കിട്ടിയിട്ടുണ്ട്. ആ റൂമിൽ 4 ആളുണ്ട്. ഏതാ 4 ആള്? തെങ്ങൻകുയ്യിൽ മുഹമ്മദും ഉണ്ട്, പുട്ടുംകുറ്റിയിൽ അബ്ദുറഹ്മാനും ഉണ്ട്. അന്ന് തിരിച്ചൊന്നും പറഞ്ഞല്ലോ ഇല്ല, അപ്പൊ ധൈര്യത്ത് പറയാം. ഇവരെല്ലാരും കൂടി ഒരു റൂമിലാണ് താമസിച്ച്. ഒരാള് കക്കൂസിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇറങ്ങണില്ല. ഒസുവാസേരനാന്ന് ആചാര്യൊക്കെ ഇപ്പോഴാ തിരിഞ്ഞ്. ചങ്ങായി ആണെങ്കിലോ മുട്ടിയിട്ട് ഇടങ്ങാറാകുക. ബാതിലിന് 4 മുട്ടലൊന്ന് ഇറങ്ങിക്കൊണ്ടോ. ഓൻ പറയും, ഞാൻ ഇപ്പൊ ഇറങ്ങിത്തരാ, എത്ര നേരായി. അവസാനം ആളിളകി അങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും തമ്മിൽ തിരക്കായി. നാട്ടിൽ നിന്ന് ഭയങ്കര സുഹൃത്തുക്കളാണ്. ഇപ്പൊ പുട്ടുംകുറ്റിയും ഓളക്കള്ളിയും തമ്മിൽ തെറ്റി. റൂമിന്റെ ഉള്ളിൽ പ്രശ്നങ്ങളാണ്, കലഹങ്ങളാണ്, പരസ്പരം അസ്വാരസ്യങ്ങളാണ്. ഒരാൾക്ക് ജലശോധനം വന്നു, അയാളാണ് കുരക്കാൻ തുടങ്ങി. അപ്പൊ അടുത്തുള്ള ചോദിക്കും, എന്റെ മേത്ത് കുരക്കല്ലെങ്കയ്യേ. പിന്നെ ഞാൻ എടുക്കാ കുരക്ക ഈ റൂമെന്ന്? പിന്നെ ഞാൻ പിന്നെ എവിടുന്നോടെ കുരക്കുക? എന്റെ മുഖത്ത് കുരക്കല് അങ്ങനെ ഇവിടെ വെച്ചൂടെ? ചുരുക്കത്തെ പറഞ്ഞാൽ ഓല് കശപിശായി. ഇതന്നെയാണ് ഇബ്ലീസ് ആഗ്രഹിക്കണം. ഇതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ വളരെ കർശനമായി പറഞ്ഞത്, പേടിക്കണം, സൂക്ഷിക്കണം. 4 ആള് റൂമിൽ താമസിക്കുകയാണെങ്കിൽ ഓരോരുത്തരിന്റെ വാപ്പയാണ്. എന്ത് രോഗം വന്നാലും ഓനെ ഞാൻ ചികിത്സിക്കും എന്ന മനസ്സുണ്ടോ, ഹജ്ജിന് പോയാ മതി. എന്റെ റൂമിൽ ഒരാൾ താമസിക്കുകയാണെങ്കിൽ ഓൻ എന്ത് വിഷമുണ്ടെങ്കിലും ഞാൻ ഓനെ പരിപാലിക്കും, ഞാൻ ഓന്റെ ഹാദ്യമായി നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുമോ? എന്നാ നിങ്ങൾ ഹജ്ജിന് പോയാ മതി. അല്ലാഞ്ഞാൽ തകർന്നു പോകും നിങ്ങളുടെ ജീവിതം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു റൂമിൽ 4 ആള് തമ്മിൽ 4 പെണ്ണുങ്ങൾ താമസിക്കുക. ഒരു പെണ്ണ് പനി ബാധിച്ച് പെണ്ണ് മൂത്രയിച്ചു. ബെറ്റിൽ സംഭവിക്കൂലേ വയ്യാതായാല്? ഒരേ പെണ്ണിന് സോക്കേടായിട്ട് ബെറ്റിൽ മൂത്രയിച്ചു. അപ്പൊ ബാക്കിയുള്ള പെണ്ണുങ്ങളെല്ലാം കൂടി അവരെ അമീറിനോട് ബന്ധപ്പെട്ട് പറയാണ്, ഞങ്ങൾ ആ റൂമിൽ ആ തള്ള ബാത്തിക്കണ്, അതുകൊണ്ട് ആ തള്ള ഞങ്ങൾ റൂമിൽ നിന്ന് ഒഴിവാക്കി തരണം. അതാണോ ഹജ്ജുമ്മ ചെയ്യേണ്ടത്? ഹജ്ജുമ്മ ഇവിടുന്ന് പോകും മുമ്പ് ഉറപ്പിക്കണം, എന്റെ റൂമിൽ ഒരാൾ ഏതെങ്കിലും ഒരു പെണ്ണ് മൂത്രമൊഴിച്ചാൽ ഈ കൈ കൊണ്ട് ഞാൻ കഴുകി കൊടുക്കും. അങ്ങനത്തെ മനസ്സ് ഇവിടുന്നുള്ളൂലെ ഹജ്ജിന് പോയാൽ മതി. അല്ല ഞങ്ങൾ കുടുങ്ങും, ഉറപ്പാണ്. കുറെ മസാലകളെല്ലാം നമ്മൾ പഠിക്കേണ്ടത്. അതൊക്കെ അവിടെ നമുക്ക് പറഞ്ഞു തരാനുണ്ടാകും. നമ്മൾ അമലുകൾ കേടുവരാതെ സൂക്ഷിക്കണം. ഓരോരുത്തർ കേട് വന്നാലും അവിടുത്തെ അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടാകണം. അല്ലേ? സ്വന്തം കുട്ടിനെ കിണറ്റിലിട്ടിട്ട് ആ കുട്ടി മരിച്ചോ എന്ന് നോക്കിയിട്ട് കിണറ്റിലേക്ക് എത്തി നോക്കിയപ്പോ കുട്ടി മരിച്ചിട്ടില്ല.
ആ സമയത്ത് കല്ല് പൊക്കിക്കൊണ്ടുവന്ന് ആ കുട്ടിയുടെ തലയിലേക്കിട്ട് സ്വന്തം കുഞ്ഞിമോളെ തലയിൽ കല്ലിട്ട് കൊണ്ട് പൊട്ടിച്ച് കളഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമറിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറയണം, ഉമറേ, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ ഒരു കൊട്ടാരം കണ്ടു, അത് നിനക്കല്ല സ്വർഗ്ഗത്തിൽ പെടുത്ത കൊട്ടാരമാണ്. ഷഫീഉനാ റസൂലുള്ളാഹ് ചൊല്ലിക്കോളി മുഹമ്മദ് മുസ്തഫ. എത്രയും ക്രൂരത ചെയ്ത ഉമർ എന്തിയാ മാറിയത്? ചരിത്രം പറയുന്നുണ്ട്. ഒരിക്കലും അവസ്ഥാണ്ട് മാറിയിട്ട് എന്തായിന്നറിയോ? ഒരിക്കൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പാതിരാത്രി ഇങ്ങനെ നിൽക്കുമ്പോണ്ട് ഈ ഇരുട്ടത്ത് ഒരാൾ പോണ്. ആരാ റബ്ബി ഇരുട്ടത്ത് പോണ്? നോക്കുമ്പോൾ ഉമറ എവിടേക്കാ പോണ് നോക്കാം, ഒപ്പം കൂടി പോയി നോക്ക്. ഒരു ചെറിയ പേരന്റെ ഉള്ളിൽ കയറി ചെന്നു. ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു സൂക്ഷ്മമായി പഠിച്ചപ്പോ കാണാൻ കഴിഞ്ഞത് ആ പെരന്റെ ഉള്ളില് ഒരു വയസ്സായിട്ട് നീച്ചാൻ വയ്യാതെ കിടക്കുന്ന ഒരു ഉമ്മണ്ട്. ആ ഉമ്മ എന്നും കാഷ്ടിക്കുന്ന കാഷ്ടം കോരി കൊടുക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. അതാണ് ദീൻ, അതാണ് ഇസ്ലാം. നമ്മളിങ്ങനെ വലിയ പൈസക്കാരാണ്, കാര്യപ്പെട്ട ആൾക്കാരാണ്, ഞങ്ങൾ ഹജ്ജിന് വന്നോലാണ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നീർന്ന് നിവർന്നിരിക്കാനാണോ? എന്നാ നമ്മളെ ഹജ്ജിന് എന്ത് കൂലിയാണ്? നേരെ മറിച്ച് അവിടെ നമുക്ക് സേവനം ചെയ്യാൻ കഴിയണം. എന്റെ റൂമിലുള്ള ഒരു ഹാജിയുമായും അവരെന്നോട് എന്തെങ്കിലും ഇങ്ങോട്ട് കലഹം ചെയ്താലും അത് ഇബ്ലീസ് ഓനോട് പറയണേക്കാരം വന വെറുപ്പിച്ചോ എന്ന്. ഞാൻ അവിടെ ക്ഷമിക്കും, ഞാൻ അവിടെ സഹിക്കും. ഞാൻ ഒരു കറുത്ത വാക്ക് പോലും പുണ്യ മക്കയിലും മദീനയിലും വെച്ച് ഒരാളോടും പറയില്ല എന്ന് തീരുമാനിക്കാൻ ഹാജികളെ, ഹജ്ജുമ്മമാരെ, നിങ്ങൾക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേ പ്രകാരം തന്നെ റൂമിൽ ഒരു മനുഷ്യൻ ഹലീബ് എന്തോ കുടിച്ചിട്ട് അവസാനം വയർത്ത് നൽകിയിട്ട് ആകെ കാഷ്ടിച്ചു. അവിടെ ഉള്ള ആളുകൾ ചെന്ന് നോക്കുമ്പോ ഒപ്പുള്ള ആളുകളെയും കൂടി ആ കാഷ്ടം കഴുകുകയാണ്. എന്തേന്ന് ചോദിച്ചപ്പോ പറഞ്ഞെന്താ അറിയോ? ഞങ്ങളെ കൂടെ വന്ന ഞങ്ങളെ റൂമിൽ താമസിക്കണ ഒരാൾക്ക് മലം പോയി, അത് ഞങ്ങൾ കഴുകും. അതാണ് ഹജ്ജ്, അതിന്റെ പേരാണ് ഹജ്ജ്. അല്ലാതെ നിങ്ങൾ കരുതിയോ അവിടെ പോയി കാണ്ട് നല്ല കുറച്ച് മറ്റേ ചിക്കനൊക്കെ അടിച്ച് മന്തിയൊക്കെ അടിച്ച് കണ്ട് പോരല്ല അതാ ഹജ്ജ് ഒന്നല്ല. ഇന്നതൊക്കെ കിട്ടും അവിടെ. പഴയ കാലത്ത് അറഫയൊന്നുമല്ല. പഴയ കാലത്ത് അറഫ എന്ന് പറഞ്ഞാൽ കുറച്ച് കഞ്ഞിക്കും വേണ്ടി ക്യൂ നിൽക്കുന്ന അറഫയാണ്. ഇപ്പോഴോ തിന്ന് അടങ്ങാറാണ് അറഫ. അല്ലാതെ തിന്നാൻ കിട്ടാത്ത അറഫയൊന്നുമല്ല. നമ്മൾ തിന്നാൻ കിട്ടുന്നത് വലിച്ചെറിയണം. അവിടെ ഭക്ഷണം ഇങ്ങനെ വലിച്ചെറിയണം അറഫ. അതൊക്കെ പഴയ അവസ്ഥയൊക്കെ പോയി. പഴയ കാലത്ത് കുറേരിയും നെല്ലുത്തരിയും ഔലും ഇതെല്ലാം കൂടി അവിടുന്ന് പോവുക. ഇന്ന് അവിടെ ഉള്ള അതേ കാര്യം ഇങ്ങോട്ട് പോരാ. ഈ ഒരു അവസ്ഥയിൽ അവിടെ സൗകര്യങ്ങളായി. പക്ഷെ ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടത് അവിടെയാണ്. അതേ പ്രകാരം അത് മക്കത്തുള്ള താമസം, അവിടെ ഒരുപാട് പ്രയാസങ്ങൾ വരും. ആ പ്രയാസങ്ങളൊക്കെ പുഞ്ചിരിയോടെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാകണം. അത് ഇവിടുന്ന് തന്നെ നമ്മൾ സ്ഥാപിച്ചേ മതിയാകും. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. നമ്മളെ മിന എന്ന് പറയുന്ന എവിടെയാണ്? മിന 2 മലയുടെ അടിയിലുള്ള ഒരു അല്പസ്ഥല. ഈ ഒരു അല്പം സ്ഥലത്ത് ഈ 20 ചില്ലാനം ലക്ഷം ജനങ്ങൾ നിൽക്കണം. യൗമ തർവിയന്റെ അന്നും ദുൽഹജ്ജ് 10, 11, 12, 13 ഈ ദിവസങ്ങളിലൊക്കെ ഈ സ്ഥലത്ത് ഈ ലക്ഷക്കണക്കിന് ഹാജിമാർ നിൽക്കണം. സ്ഥലം ഉണ്ടാവോ? ഉണ്ടാവൂല. പിന്നെന്താ ഉണ്ടാവുക? ഭയങ്കര രസാണ്. ഒരു ഈമാൻ മനസ്സ് കണ്ട് കയറ്റിയാൽ അല്ലാഹ് എന്ന് ചിന്ത വന്നാണ്ടല്ലോ, രസാറി മിന. എന്താ കാരണം? നമ്മളിങ്ങനെയൊക്കെ ചെറിയൊരു ടെന്റ് ഉണ്ടാവും. ആ ടെന്റിന്റെ ഉള്ളിൽ നമ്മൾക്ക് എല്ലാവർക്കും ചെറിയ ഒരു വിരിപ്പോ അല്ലെങ്കിൽ ബെഡുണ്ടോ അറിയില്ല, വിരിപ്പോ എന്തെങ്കിലുമൊക്കെ ചെറുതുണ്ടാവും. അതിലിങ്ങനെ ചെരിഞ്ഞ് കിടക്കുക. കാല് ശരിക്കാട് നീട്ടിയ അവന്റെ കവളത്ത് ചവിട്ടും. കൈ ഇങ്ങോട്ട് മറിച്ചിട്ടാ അവന്റെ മൂന്തമ്മ തട്ടും. അതുകൊണ്ട് ചെരിഞ്ഞ് ഒരു മൂലക്കൊക്കെ ഇങ്ങനെ അടങ്ങി കിടക്കണം. കബറിൽ മയ്യത്ത് കിടക്കണമായി. കയ്യോ നമ്മളെ കൊണ്ട് കഴിയണം. അതിലൊരു ആനന്ദം കാണണം. തന്റെ അടുത്തുള്ള കൂട്ടുകാരുടെ കാല് തന്റെ മുഖത്ത് തട്ടിയാലും അവന്റെ കാലൊന്ന് തടകി കൊടുക്കാനുള്ള മനസ്സുള്ളവനാകണം ഹജ്ജിന് പോകുന്നവൻ. അല്ലാതെ അവനോട് എന്തോടാ എന്റെ കാല് പടാലള്ളി വരെ എന്റെ മുഖത്ത് നീണ്ടായിരുന്നു എന്ന് ചോദിക്കണവനാകരുത്. ചോദിക്കുന്നവൻ ഹജ്ജിന് പോയാൽ ആ ഹജ്ജ് കൊണ്ട് കാര്യം കിട്ടൂല. ഇളകി പ്രഷർ കൂടി സോക്കട് കൂടി നാട്ടിൽ പോരാന്നല്ലാതെ അവന്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല. കാരണം അറഫയിൽ മിനയിൽ അത്രേ സൗകര്യമുള്ളൂ. ഉള്ള സൗകര്യത്തിൽ എല്ലാവരും കളിച്ചും ചിരിച്ചും അള്ളാഹിനോട് ദ്വാരന്നും പൊട്ടിക്കരഞ്ഞും കഴിയുക. അതിനാണ് അള്ളാഹു നമ്മൾ അഹങ്കാരവും വലിപ്പത്തരവും മുറിച്ചു മാറ്റുന്ന കേന്ദ്രത്തിന്റെ പേരാണ് മിന. നമ്മൾ അഹങ്കാരവും വലിപ്പത്തരൊക്കെ അള്ളാഹ് മുറിച്ചു മാറ്റുകയാണ്. അവിടെ വലിയവൻ ചെറിയവനെന്നില്ല, കുബേരൻ കുചേരനെന്നില്ല, തൊഴിലാളി മുതലാളി എന്നില്ല. എല്ലാവർക്കും ആ ടെന്റിൽ ലക്ഷക്കണക്കിന് ആളുകൾ കഴിയണം. കിലോമീറ്ററുകളോളം ജംറകളിലേക്ക് നടക്കണം, എറിയണം. അതേ അറഫയും അങ്ങനെ തന്നെ. മാത്രമല്ല അവിടെയുള്ള അറഫയിലും മിനയിലൊക്കെ ഉള്ള കക്കൂസോ
അവിടെ പ്രാഥമിക കർമ്മങ്ങൾക്കുള്ള സൗകര്യം അവിടെ ഉണ്ടാവുള്ളത്. അവിടെ ഇങ്ങനെ കക്കൂസ് ഇങ്ങനെ 2-3-4 ടോയ്ലറ്റ്, അതിൻ്റെ ഉള്ളിൽ കയറുക, കലാവിൽ മറ്റേ നമ്മളെ പിന്നെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുക. ഇനി കുളിമുറിക്ക് വേറെ പോകാൻ പറ്റുമോ? ഇല്ല, അതന്നെയാണ് കുളിമുറി. അതേ ടോയ്ലറ്റിന്റെ ആ കാലും അങ്ങനെ നീച്ചിക്കുക, ഷവർ തിരിക്കുക, അപ്പൊ തലയിൽ കൂടി വെള്ളം കണ്ടു വരും. ഈ രൂപത്തിലുള്ള സൗകര്യങ്ങളെ അവിടെ ഉള്ളൂ. ഇനി അതവിടെ എത്തണമെങ്കിൽ തന്നെ നമ്മൾ ക്യൂ നിൽക്കണം. മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകുമ്പോ, മിനയിൽ നിന്ന് അറഫയിലേക്കും അറഫയിൽ നിന്ന് മിനയിലേക്കും പോകുന്ന ബസ്, ആ ബസ് അന്ന് പെട്ടെന്ന് പോകാൻ കഴിയില്ല. 20 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്തേക്ക് അന്ന് ബസ് എത്തല് 3-4-5 മണിക്കൂറുണ്ട്. പണ്ടൊക്കെ ഇപ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് കരുതുകയാണ്. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ബസ്സിൽ ഇങ്ങനെ നിന്ന് അറഫയിൽ നിന്ന് മിനിക്ക് പോണ ബസ് 4-5 മണിക്കൂർ നിൽക്കുക, അതിന് ഇറങ്ങാൻ പറ്റൂല. അവസാനം നിൽക്കണോടത്തുനിന്ന് മൂത്രയിക്കുക. നിൽക്കണോടത്തുനിന്ന് അങ്ങനെ മൂത്രയിക്കേണ്ട കാര്യം, ഇരിക്കാനും വയ്യ ഇറങ്ങാനും വയ്യ. ഈ കോലത്തിലൊക്കെ ഉള്ള അവസ്ഥ ഇപ്പം അൽഹംദുലില്ലാ അതിൽ കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇതൊക്കെ നമ്മളെ മുന്നിൽ മനസ്സിൽ നമ്മൾ കാണണം. ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വരി, ഞങ്ങാപ്പേരി, നിങ്ങൾ വരാൻ വേണ്ടി വയ്ക്കാൻ വേണ്ടി കത്തിക്കുന്നതാണ്. ഇപ്പൊ നിർത്തും. കഴിഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ഹാജിമാരോട്, ഹജ്ജമ്മമാരോട് ഇങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് ഹജ്ജും ഉംറയും. അത് കഴിഞ്ഞ് പരസ്പരം ബന്ധവും സ്നേഹവും കാത്തു സൂക്ഷിച്ച് സഹിക്കാനും ക്ഷമിക്കാനും പഠിച്ച് നമ്മൾ ഇവിടുന്ന് ആ പുണ്യമായ മക്കയിലും മദീനയിലും എത്തിക്കഴിഞ്ഞാൽ ഹജ്ജ് രസമാണ്. ഹജ്ജ് വല്ലാത്ത ആനന്ദമാണ്. അള്ളാഹുവിന്റെ മലക്കുകളുടെ സഹായം നമുക്കുണ്ടാകും. അള്ളാഹിന്റെ മലക്കുകളുടെ ദുആ നമുക്കുണ്ടാകും. നമ്മൾ അള്ളാഹിനോട് എന്ത് ദുആയിരുന്നാലും അള്ളാഹു ഉത്തരം തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫദുല്ലാഹ്. ഹജ്ജിന് വരുന്നവരും ഉംറക്ക് വരുന്നവരും അള്ളാഹുവിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് ഹാജിമാരും ഉംറ ചെയ്യുന്നവരും അള്ളാഹുവിനോട് ദുആയിരുന്നാൽ അവന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹിനോട് ഏത് സമയത്തും ദുആയിരുന്നുകൊണ്ടേയിരിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. സ്ത്രീകളോട് ഞാൻ പറയാണ്, പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അദബാണ്. അദബ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ അദബൊക്കെ പോവും. കാരണം ഉംറക്കൊക്കെ പോകുമ്പോൾ കുറച്ച് ദിവസമേ മക്കത്ത് കിട്ടുള്ളൂ. ഹജ്ജിന് പോകുമ്പോൾ 10-15 ദിവസം കിട്ടും. 1 ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ നല്ല അദബുണ്ടാകും. പിന്നെ താത്ത ലെവലില്ലാതെ ഓടണം അങ്ങാടി കൂടി. ധൈര്യമുള്ളോ? ഒരു പേടിയില്ല. മത്താഫിലും കഅബത്തെങ്കിലും പോയി കണ്ട് താത്താര് സെൽഫി എടുക്കുക. എന്തേ കാരണം? താത്ത അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതേമാതിരി താത്തയും കാട്ടിക്കൂട്ടും. പല രാജ്യക്കാരും വിവരമില്ലാതെ പലതും ചെയ്യുന്നുണ്ടാവും. അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അവിടെ ചെന്നുകൊണ്ട് ആദരവും ബഹുമാനവും സംസാരത്തിൽ പോലും കാത്തു സൂക്ഷിക്കാൻ കഴിയണം. പ്രത്യേകിച്ച് മക്ക മദീന എന്നൊക്കെ പറഞ്ഞാല് ആണും പെണ്ണും കൂടിച്ചേരുന്ന സ്ഥലം. മക്ക മദീന പിന്നെയും കുറെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. മക്ക ആണും പെണ്ണും കൂടിച്ചേരുക. മത്താഫ് കാണ്ട് എത്തിയാൽ ആണും പെണ്ണും ഒന്നാ. ഭക്ഷണം കഴിക്കണോടത്ത് എത്തിയാൽ ആണും പെണ്ണും കൂടി എല്ലാം കൂടിയാ. അവിടെയൊക്കെ ചില പെണ്ണുങ്ങളൊക്കെ കരുതി, ആണുങ്ങളൊക്കെ കരുതുന്ന തരങ്ങള് മക്കത്ത് കണ്ട് എത്തിയാൽ എല്ലാ ആണുങ്ങളും പ്രായത്താണ്, എല്ലാ ആണുങ്ങളും ഒപ്പിരിക്കുക, എല്ലാ ആണുങ്ങളെയും കൂടെ നടക്കുക, ഒരു പ്രശ്നമില്ല. ചോറ് കഴിക്കുമ്പോഴൊക്കെ ഒരാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ചോറ് കഴിക്കുകയാണെങ്കിൽ താത്ത ചോറ് കഴിച്ച നേരെ അയാളെ മുന്നിൽ, എന്നിട്ട് രണ്ടാൾ കൂടി മുഖത്ത് നോക്കി ഇങ്ങനെ തിന്നു. രണ്ടാളും കൂടി മുഖത്ത് നോക്കി ഇങ്ങനെ തിന്നു. പണ്ടായാലും ഒരാള് ഇറച്ചി തിന്നാൻ പൂതിയായിട്ട് അമ്മായിമ്മ ഇറച്ചി കയ്യിൽ കോരിയിട്ട് വാതിലിന്റെ അപ്പുറം പോയി. ഇന്നലെ അമ്മായിമ്മ ഇവിടെ ഇല്ലാന്ന് കരുതിയിട്ട് മരോള് ഇറച്ചി കോരിയിട്ട് വാതിലിന്റെ അപ്പുറവും വന്നു. അമ്മായിമ്മ കാണണ്ടാന്ന് മരോള് കരുതി, മരോള് കാണണ്ടാന്ന് അമ്മായിമ്മയും കരുതി. പക്ഷെ രണ്ടാളും വന്ന് നിന്നത് വാതിലിന്റെ അപ്പുറത്തൊരാൾ ഇപ്പുറത്തൊരാളോ. അങ്ങോട്ടും ഇങ്ങോട്ടും കാണില്ല. അതിന്റെ അടി കൂടി ആ മോ അറിയാതെ വന്ന് വാതിലാണ്ട് അടിച്ച്. അപ്പൊ രണ്ടാൾ കൊടുത്ത് ഒള്ളി കൊക്കി ഇങ്ങനെ തിന്നാണല്ലോ. ഇതേപോലെ മക്കത്ത് കാണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തീറ്റ എങ്ങനെ ഇറങ്ങി? ഏതോ പെണ്ണ് നേരെ മുന്നിൽ, ഏതോ ആണ്. ഉംറക്കൊക്കെ പോയ കാണുന്ന രംഗാണ്, ബേജാറായി പോവും. നേരെ മുന്നിൽ ആണ്. രണ്ടാൾ കൂടി ഒരു മടിയില്ല. ഒരു കരുതിക്കണത് ഹജ്ജിനും ഉംറക്കൊക്കെ പോയാൽ എല്ലാ ആണും എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതാണ്. സത്യത്തിൽ കുറേയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയില്ല. കാരണം അവിടെ ആണുങ്ങൾക്ക് ചോറ് കഴിക്കാൻ വേറെ സ്ഥലം, പെണ്ണുങ്ങൾക്ക് ചോറ് കഴിക്കാൻ വേറെ സ്ഥലം നമുക്ക് പറയാൻ പറ്റുമോ? അവിടുത്തെ ഗവൺമെന്റും അവിടുത്തെ സാഹചര്യങ്ങളും എന്താണ് നമുക്ക് ഒരുക്കി തരുന്നത്? അതിൽ സമരസപ്പെടില്ലാതെ ഒരു മാർഗമില്ല. പക്ഷെ നമ്മളെ സൂക്ഷിക്കണം.
നമ്മളെ സൂക്ഷിക്കണം. ഓലങ്ങനല്ലേ ചെയ്യണത്, ഇവൻ അങ്ങനല്ലേ ചെയ്യണത്, അതേപോലെ ഞാനും ചെയ്യട്ടെ എന്ന് കരുതി ചിന്തിക്കരുത്. പടച്ചോനെ, എൻ്റെ റബ്ബ് എന്നോട് മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട്, അദബ് പഠിപ്പിച്ചിട്ടുണ്ട്, അന്യ പുരുഷന്മാരുമായി ചേരരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിൽ അപാകത വന്നാൽ എൻ്റെ ഹജ്ജിന് അല്ലാഹു പ്രതിഫലം തരില്ല, എൻ്റെ ഉംറക്ക് അല്ലാഹു പ്രതിഫലം തരില്ല എന്ന ബേജാറ് ഓരോരാണിൻ്റെയും പെണ്ണിൻ്റെയും മനസ്സിലുണ്ടാകണം. ബീബി ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹാ ലോകത്തോട് വിട പറയാൻ നേരത്തെ പോലും കരയുന്നുണ്ട്. അസ്മാ ബീവി ചോദിക്കുന്നുണ്ട്, ഫാത്തിമ എന്തിനാ കരയുന്നത്? മറുപടി കൊടുത്തത്, യാ അസ്മാ, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്തിനെ കഫൻ പുടകിൽ പൊതിഞ്ഞ് മദീനയിലുള്ള ജനങ്ങളെ മയ്യത്ത് കൊണ്ടുപോകും പോലെ ഒരു പലകയുടെ മുകളിലല്ലേ എൻ്റെ മയ്യത്ത് കൊണ്ടുപോവുക. കഫംപുട ശരീരത്തിൽ അമർത്തി പൊതിയുമ്പോ എന്റെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും അന്യ പുരുഷന്മാരെ കാണില്ലയോ അസ്മാ? മയ്യത്ത് കൊണ്ടുപോകുന്ന തടി കാണോ എന്ന പേടി. അസ്മാബി പറഞ്ഞു, ഫാത്തിമ കരയണ്ട, എത്യോപ്യക്കാര് മയ്യത്ത് കൊണ്ടുപോകുന്നവര് മയ്യത്ത് കെട്ടിലുണ്ട്. ഇന്ന് നമ്മളൊക്കെ മയ്യത്തുണ്ടോണേ, രണ്ട് ഭാഗത്ത് മറള കെട്ടി, അത് ഞാൻ സംഘടിപ്പിക്കാം. അപ്പോഴാണ് ഫാത്തിമ ചിരിച്ചത്. മരിച്ചാ പോലും എന്റെ തടിയും വണ്ണവും അന്യ പുരുഷന്മാര് കാണാൻ പാടില്ലെന്ന് ചിന്തിക്കുന്ന ഫാത്തിമ ബീവിയുടെ അനുയായികളായ സഹോദരികളെ, ഹജ്ജിന് പോയാൽ ഉംറക്ക് പോയാൽ ഒരു ലജ്ജയുമില്ലാതെ ആണുങ്ങളുമായി കൂടിച്ചേരുന്നത് കഴിവിന്റെ പരമാവധി സൂക്ഷിക്കണം കേട്ടോ, കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ അമല് ബാത്തിലാക്കാൻ പിശാച് നമ്മളെ മനസ്സിൽ പലതും തോന്നിപ്പിക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അദബ്, മര്യാദ കാത്തു സൂക്ഷിക്കണം. പുണ്യമായ മിനയിൽ പോയാൽ പരസ്പരം കലഹങ്ങളോ ശണ്ടകളോ ഇല്ലാതെ പരിശുദ്ധമായ രൂപത്തിൽ സ്നേഹം കാത്തു സൂക്ഷിച്ച് നല്ല നിലക്ക് നമ്മൾ അല്ലാഹുവിനെ പേടിച്ച് പുണ്യമായ ഹബീബ് നമ്മുടെ കരളായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദറത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ മനസ്സിങ്ങനെ നിറയണം. ഞാൻ എൻ്റെ ഹബീബിനെ കാണാൻ പോവുകയാണ്, ഞാൻ എൻ്റെ കരളിനെ കാണാൻ പോവുകയാണ്. മൻസാറനി ബഅദ മമാതി കമൻ സാറനി ഫീ ഹയാതി. ജീവിതകാലത്ത് എന്നെ കാണാൻ വന്നതുപോലെയാണ് വഫാത്തിന് ശേഷം എന്നെ സന്ദർശിക്കാൻ വരിക എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ് മദീനയിലേക്ക് പോകുമ്പോ സ്വലാത്തുകൾ കഴിവിന്റെ പരമാവധി ചൊല്ലി ഹബീബിനെ കാണാനാണ്, ഹബീബിന്റെ കൂടെ ജീവിക്കാനാണ്, ലോകത്തിന്റെ നേതാവിനെ സന്ദർശിക്കാനാണ് ഞാൻ പോകുന്നത് എന്ന മനസ്സോടുകൂടെ ആ പുണ്യമായ മദീനയിലേക്ക് എത്തുകയും മദീനയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോരോ ദിവസങ്ങളും സ്വലാത്തുകളെ കൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അവിടെ വെച്ച് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒക്കെ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. എവിടെ? മാബൈന ഖബരി വ മിംബരി, മിംബറിന്റെയും ഖബറിന്റെയും ഇടയിലുള്ള സ്വർഗ്ഗപ്പൂങ്കാവനം. പക്ഷേ നമ്മളെ പെണ്ണുങ്ങൾ അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ഉണ്ടാക്കണ ഒച്ചപ്പാട്, നമ്മളെ സഹോദരിമാർ അങ്ങോട്ട് കയറിപ്പോയി ഉണ്ടാക്കണ ഒച്ചപ്പാട്. പടച്ചോനെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തി നബി, മുത്തുനബിന്റെ ഹലറത്തിൽ വെച്ചിട്ട് നിങ്ങൾ ഒച്ചത്തിൽ സംസാരിച്ചാൽ നിങ്ങൾ അമല് ബാത്തിലാകുമെന്ന് വിശുദ്ധ ഖുർആൻ. മക്കത്ത മദീനത്ത് മുത്തുനബിന്റെ ഹലറത്താണ് പോയിട്ട് ഉറക്കനെ വർത്താനം പറഞ്ഞ പെണ്ണുങ്ങൾ. ഇവിടെ ഉസ്താദ് പറഞ്ഞല്ലോ, ചെരുപ്പ് പോലിടാൻ പേടിച്ച മഹാന്മാർ. ഹബീബ് അവിടെ ഉണ്ട് എന്ന് പേടിച്ച് ഞാൻ പറഞ്ഞല്ലോ. മഹാനായ ശൈഖുനാ മരക്കാർ ഉസ്താദും ഉമ്മയ്യായ ഉസ്താദും, അല്ലാഹുവർക്കൊക്കെ ആ മഹാനായ ഉസ്താദിന്റെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ഒറ്റ വട്ട മുത്തുനബിന്റെ അതിന്റെ ഉള്ളിലേക്ക് പോയത്, റൗദന്റെ ഉള്ളിലേക്ക് പോയത്. ഞാൻ ചോദിച്ചു പലവട്ടം, ഉസ്താദെ പോകല്ലേ? ഉസ്താദ് പറഞ്ഞു, അവിടെ തിരക്കാണ്. നമ്മൾ മുഅ്മിനീങ്ങൾ പോയി തിക്കും തിരക്കും കൂട്ടുന്നത് ഹബീബിന് ഇഷ്ടമുണ്ടാവില്ല. എന്നിട്ട് വിട്ടിങ്ങനെ നിന്നിട്ട് ആ പച്ച കുബിക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഹബീബിനെ വേണ്ടി സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് നമ്മൾ ഉസ്താദന്മാരിങ്ങനെ കരയും. ആരാണ് ആ കിടക്കുന്നത്? 23 വർഷക്കാലം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ കരളായ റസൂലുള്ളാഹ്. ഹബീബിനെ കാണുമ്പോ കരയാത്ത കണ്ണുണ്ടാകരുത്. പച്ചക്കുബക്ക് താഴെങ്ങനെ അതബോടെ വിട്ടുപോയി നിന്നിട്ട്, യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്നിങ്ങനെ സലാം പറയാനും ഒരിക്കലും ഒച്ചത്തിൽ സംസാരിക്കാതെ അനാദരവ് വരാതെ ബഹുമാനങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പുണ്യമായ മദീനയിൽ ആണേ പെണ്ണെ ഹാജിമാരെ ഹജ്ജുമ്മമാരെ ചെലവഴിച്ചാൽ പോരും മുമ്പ് ഹബീബിനെ രണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പോരതിന് മുമ്പ് റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ ആ മദീനയിൽ വെച്ച് പേടിച്ച് സൂക്ഷിക്കണം. മുത്തനബിനെ പിന്നിൽ വെച്ചിട്ട് സെൽഫി എടുക്കാനും ഫോട്ടോ പിടിക്കാനും
അള്ളാന്റെ ഹബീബിന്റെ ഹദറത്തിലേക്ക് സലാം പറയാൻ പോകുമ്പോ മുത്ത് നബിയല്ലേ കിടക്കണത്. ഒരു മൂമിനായ മനുഷ്യന്റെ മനസ്സ് പൊട്ടൂലേ? റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്കാണ്ട് ചെല്ലുമ്പോ എന്റെ ഉമ്മത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, എന്റെ ഉമ്മത്തിന് എന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ ഖബറിൽ കിടന്ന് വേദനിക്കുമെന്ന് പറഞ്ഞ റസൂലുള്ളാഹ് ആ റസൂലുള്ളാഹിന്റെ അടുത്ത് കണ്ട് എത്തുമ്പോ ഒരു മൂമിനിന് ആ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ കഴിയും? പക്ഷെ എത്ര മുസ്ലിമീങ്ങളാണ് ഹബീബ് കിടക്കണോർത്ത് വെച്ചിട്ട് ഹബീബിന്റെ മുമ്പിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനും മുത്തുനബിയുടെ ഭാഗത്തേക്ക് പിൻഭാഗമാക്കിയിട്ട് സെൽഫി എടുക്കാനും മുന്നോട്ട് വരുന്ന എത്ര മുസ്ലിമീങ്ങൾ. അല്ലാഹ് പേടിക്കണം. കാരണം ജീവിതകാലത്ത് ഹബീബിനെ കാണുന്നത് പോലെയാണ് വഫാത്തിന് ശേഷം ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദറത്തിലുള്ള ജീവിതം. അത് സ്വലാത്തിലൂടെയും ഹബീബിന്റെ സിയാറത്തിലൂടെയും നല്ലത് പറഞ്ഞും നല്ലത് ചൊല്ലിയും നല്ല സഹവാസമുണ്ടായും മനസ്സിൽ ഒരു വെറുപ്പിന്റെ അംശം പോലും വരാതെ മദീനയെ സ്നേഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം മദീന എന്ന് പറയുന്നത് കാലാവസ്ഥ നമുക്ക് ചിലപ്പോൾ അനുകൂലമാണെന്നില്ല. അതുവരെ ഇങ്ങനെ ചിരിച്ചിരുന്ന മനുഷ്യന്മാരൊക്കെ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങും. ചുണ്ടൊന്നാണ് നീരൂല, നേർന്നാൽ ചിലപ്പോൾ ചുണ്ട് പൊട്ടും, ജലദോഷം വരും, പനി വരും, കഫക്കെട്ട് വരും, അല്ലേ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശക്തമായ പനി ബാധിച്ച് മരിക്കുമെന്ന് പോലും പേടിച്ച സാഹചര്യം ഉണ്ടായില്ലേ? ബഹുമാനപ്പെട്ട ആഹദിയായ ആയിഷ ബീവി കാല് തടകി കൊടുത്തില്ലേ? എന്നാൽ അതേപോലെ പനിയും മറ്റൊക്കെ ഉണ്ടാകും. അതൊക്കെ സഹിക്കാനും റസൂലുള്ളാഹിന്റെ മദീനയാ. കാരണം കോടിക്കണക്കിന് പ്രതിഫലം കിട്ടുന്ന സ്ഥലമാണ് മക്ക. ആ മക്കത്താ റസൂലുള്ള പിച്ച വെച്ച് വളർന്നത്. പക്ഷേ അള്ളാന്റെ ഹബീബ് മക്കാരോട് പറഞ്ഞെന്താ? മക്ക ഫത്തായ ശേഷം മക്ക നന്നാവട്ടെ, റാവത്താവട്ടെ, ഞാൻ മദീനയിലേക്ക് പോവുകയാണ്. എന്റെ മദീന, ഞാൻ എന്റെ മദീന. റസൂലുള്ള ജനിച്ച മണ്ണല്ല മദീന, അള്ളാന്റെ ഹബീബ് കളിച്ച് വളർന്ന മണ്ണല്ല മദീന, ലോകത്തിന്റെ നേതാവിന് ഉമ്മ പാലൂട്ടിയ മണ്ണല്ല മദീന. മദീനയെ ഉമ്മ പാലൂട്ടിയത്, അതല്ലെങ്കിൽ ഉമ്മയുടെ അടിമ സ്ത്രീ പാലൂട്ടിയത് മക്കയിലാണ്. റസൂലുള്ള പിച്ച വെച്ച് വളർന്നത് മക്കയിലാണ്. ഉമ്മ പ്രസവിച്ചത് മക്കയിലാണ്. മക്ക കാണാനല്ലേ നമ്മൾ ആഗ്രഹിക്കാം? ഒരു ഗൾഫുകാരൻ ഗൾഫിലുണ്ടെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞവൻ തിരിച്ചു വരുമ്പോ അവന്റെ മനസ്സ് മുഴുവനും എന്റെ നാട്, എന്റെ നാട്. കരിപ്പൂർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോ ആ ജനലിലൂടെ താഴേക്ക് നോക്കും, എന്റെ നാട് എന്ന് കാണാനുള്ള കൊതിയും ആഗ്രഹവും ആണ് മക്ക. പക്ഷേ മക്കക്കാര് ഹബീബിനോട് അവിടെ താമസിക്കാൻ പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഞാൻ എന്റെ മദീനയിലേക്ക് തിരിച്ചു പോവുകയാണ്. എനിക്കെന്റെ മദീനക്കാർ, എനിക്കെന്റെ മദീനക്കാർ. ഹബീബ് തിരിച്ചുപോയി ആ മദീനയിൽ ജീവിച്ച് ആ മദീനയിൽ വഫാത്തായ മുഹമ്മദ് മുസ്തഫ ആ ഒരു മദീനയോടുള്ള കൃപയും സ്നേഹവും നമ്മുടെ മനസ്സിൽ നിറച്ചുകൊണ്ട് ഒരിക്കലും ശരീരം കൊണ്ട് കർമ്മങ്ങളും മനസ്സെവിടെയോ ആകുന്ന ഒരവസ്ഥ വന്നാൽ നമ്മുടെ അമലിന് അവസ്ഥ അപകടം വരും. ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, മനസ്സെവിടെയോ ആണ്. അതുകൊണ്ട് കാര്യമില്ലാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് അത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുക, അല്ലാഹുവിന് വേണ്ടി ചെയ്യുക. അല്ലാഹു പ്രതിഫലം തരുമെന്ന് ചിന്തിച്ച് ഒരു നിമിഷവും അല്ലാഹ് പൊരുത്തപ്പെടാത്തൊരു വാക്കോ മറ്റോ വരാതെ, ഒരാളോടും ഒരു പിണങ്ങുന്ന വാക്ക് പറയാതെ, ഒരാളോടും മനസ്സിൽ പിണക്കുന്ന പ്രവണത പോലും, അതൊക്കെ അല്ലാഹു എന്നെ ക്ഷമ നോക്കാൻ പരീക്ഷിക്കുകയാണ്, ചെയ്യിപ്പിക്കുകയാണ് അവരെ കൊണ്ട് എന്ന് ചിന്തിച്ച് നമ്മെ നിയന്ത്രിച്ച് നിങ്ങൾ ആ കർമ്മങ്ങൾ ചെയ്തോളൂ. ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ തിരിച്ചെത്താൻ കഴിയും. നിങ്ങളെല്ലാവരും അവിടെ പോയി ദ്വാരിക്കുക, അവിടെ കിട്ടുന്ന എല്ലാ സ്ഥലത്തും ദ്വാരിക്കുക. മത്താഫിലും സഅയിലും ഒക്കെ നിങ്ങൾ സഅയ് ചെയ്യുന്നിടത്തും തവാഫ് ചെയ്യുന്നിടത്തും കഅബത്തിന്റെ അടുത്ത് പോയി എപ്പോഴും ദ്വാരുന്നുകൊണ്ടേയിരിക്കുക. പ്രത്യേകിച്ച് ഈ ഈ മാണിയന്നൂര് മഹല്ല് കമ്മിറ്റി നിങ്ങൾക്ക് സന്തോഷം നൽകിയ ഈ മഹല്ല് കമ്മിറ്റി, അതേ പ്രകാരം നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നിങ്ങളുടെ കുടുംബക്കാർ, ബന്ധപ്പെട്ടവർ, നാട്ടുകാർ, അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. എല്ലാവർക്കും വേണ്ടി ആ പുണ്യഭൂമിയിൽ ദ്വാരിക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടി ദ്വാരുന്നാൽ ഉത്തരം തരും. നിങ്ങൾക്ക് വേറൊരാൾക്ക് വേണ്ടി ദ്വാരുന്നാലും അല്ലാഹ് ഉത്തരം തരും. വേറൊരാൾക്ക് വേണ്ടി നിങ്ങൾ ദ്വാരുന്നാൽ നിങ്ങൾ ദുആ മാത്രമല്ല, അള്ളാഹിന്റെ മലക്കുകളും കൂടി നിങ്ങൾക്ക് വേണ്ടി ദ്വാരിക്കും. ഇന്ന ആളുകൾക്ക് വേണ്ടി ദ്വാരുന്ന എൻ്റെ ദുആ അല്ലാഹ് സ്വീകരിക്കട്ടെ എന്ന് മലക്കുകൾ ദ്വാരിക്കും നമുക്ക് വേണ്ടി. അപ്പൊ നമ്മൾ മറ്റുള്ളവരാരെയും ആ പുണ്യഭൂമിയിൽ വെച്ചുകൊണ്ട് മറക്കാതിരിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉംറക്ക് പോകുമ്പോൾ അള്ളാഹിന്റെ റസൂല് പറഞ്ഞൊരു വാക്കുണ്ട്, ലാ തൻസനാ ഫീ ദുആഇക്. ഉംറക്ക് പോവല്ലേ, എന്നെ മറക്കരുത് ട്ടോ ദുആയിൽ, എന്നെ മറക്കരുത് ട്ടോ ദുആയിൽ. ആരെയും പറയണം? നമ്മുടെ കരളായ മുത്ത് മുഹമ്മദ് മുസ്തഫ, എന്നെ മറക്കരുത് ട്ടോ ദുആയിൽ.
അള്ളാന്റെ ഹബീബ് പോകുന്നവരോട് പറയുമെങ്കിൽ ഇരിക്കുന്ന എല്ലാവരും ഹജ്ജിന് പോകുന്നവരോട് പറയുന്നത് ദുആ ചെയ്യാനാണ്. വിനീതനായി എനിക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങളുടെ യാത്ര സന്തോഷകരമാകാൻ ഇൻഷാ അള്ളാഹ് എല്ലാവരും ദുആ ചെയ്യും. അല്ലാഹുവേ, ഈ പോകുന്നവരുടെ യാത്ര സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ഒരു തടസ്സവുമില്ലാത്തൊരവസ്ഥ നൽകണം തമ്പുരാന്, ഒരു ബുദ്ധിമുട്ടുമില്ലാത്തൊരവസ്ഥ നൽകണം തമ്പുരാന്. എല്ലാവിധ ബുദ്ധിമുട്ടിൽ നിന്നും അല്ലാഹുവേ പോകുന്നവരെയും ഞങ്ങളെയൊക്കെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാന്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. തങ്ങളുടെ നേതൃത്വത്തിലുള്ള തങ്ങളുടെ ഉപദേശവും ദുആയും ഒക്കെ നടക്കാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على رسولك سيدنا ونبينا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم أوصل مثل ثواب ما قرأنا وما صلينا هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة سيدنا محمد صلى الله عليه وسلم وإلى حضرات ملائكة الله المقربين وإلى حضرات جميع الأنبياء والمرسلين وإلى حضرات ساداتنا أهل بيت رسول الله صلى الله عليه وسلم وإلى حضرات خلفاء الراشدين وإلى حضرات أصحاب البدريين الهدين بقية الصحابة شهداء كل مجمعين وإلى حضرات أولياء الله تعالى من مشارق الأرض إلى مغاربها وإلى حضرات من ماتوا منا من جميع المؤمنين والمؤمنات والمسلمين والمسلمات. اللهم بحق بجاههم بارك لنا في اجتماعنا بركة تامة كما باركت على عبادك الصالحين. اللهم ارزقنا حج بيتك الحرم وزيارة قبر نبيك محمد صلى الله عليه وسلم. اللهم ارزقنا يا رب العالمين. اللهم انصرنا فإنك خير الناصرين. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. توكلت على الله وإليه أنيب. اللهم ارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن أعاننا ولمن أحبنا ولمن أطعمنا ولمن أوصانا بالدعاء ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. റഹ്മാൻ റഹീമുമായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടിയത് ഉസ്താദുമാരുടെ വയല് പറഞ്ഞതെല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ, ഹജ്ജിന് പോകാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ള യാത്രയപ്പിൻ്റെ സദസ്സാണല്ലോ റഹ്മാനെ. ഇതിലൊരുമിച്ച് കൂടി ഓരോരുത്തർക്കും ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീക്ക് നൽകണം അല്ലാഹ്.
അള്ളാഹുവേ ഞാൻ എൻ്റെ പിതാവിന് വേണ്ടി ഹജ്ജിന് പോവുകയാണല്ലോ റഹ്മാനെ. അള്ളാഹുവിനെ കബൂൽ ചെയ്യണം റഹ്മാനെ. ഓരോരുത്തരും ഓരോ ഉദ്ദേശം വെച്ചും ഹജ്ജിന് പോകുന്ന റഹ്മാനെ, ഞങ്ങൾ ഹജ്ജ് എല്ലാവരുടെയും കബൂൽ ചെയ്യണം റഹ്മാനെ. അവിടെ പോകാനും നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനും നല്ല ഇഖ്ലാസും തഖ്വയും ഞങ്ങൾക്ക് നീ നൽകണം അള്ളാഹു. എല്ലാവിധ തൗഫീഖും നൽകണം റഹ്മാനെ. അള്ളാഹു ആരോഗ്യം നൽകണം അള്ളാഹു ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ഓരോരുത്തർക്കും ഖൈർ നൽകണം ഈ സദസ്സിൽ പങ്കെടുത്ത കാരണമായിക്കൊണ്ട് മക്കയിലും മദീനയിലും പോകാൻ തൗഫീഖ് നൽകണം റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം നൽകണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ദ്വാരക്കണേ എന്ന് ദ്വാര കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. അവിടെ ചെന്ന് ദ്വാരക്കാനുള്ള ഓർമ്മ നൽകണം റഹ്മാനെ. അള്ളാഹുവേ റഹ്മാനു റഹീമുമായ ഞങ്ങളെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. എല്ലാവിധ തടസ്സങ്ങളും തൊട്ട് ഞങ്ങളെ നീ കാക്കണം എല്ലാവിധ തടസ്സങ്ങളും ക്കണം അള്ളാഹുവെ. പശ്ചിമേഷ്യയിലെ യുദ്ധം പ്രയാസമാണല്ലോ റഹ്മാനെ. അവരുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണം അമേരിക്കയും ഇസ്രായേലിനെ നീ പരാജയപ്പെടുത്തണം ഈമാനും ഇസ്സത്തും നൽകണം അള്ളാഹുവെ. ഈ സദസ്സിലേക്ക് മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ചായ നൽകിയല്ലോ റഹ്മാനെ. അള്ളാഹുവെ ആ മരണപ്പെട്ട ഉമ്മായുടെ കബറിടം വിശാലമാക്കി കൊടുക്കണം സ്വർഗപ്പൂന്തോപ്പാക്കണം അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടി ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്നും കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾക്കും അള്ളാഹുവെ നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം ഞങ്ങളുടെ കുടുംബയുവാണിയുള്ള ചുറ്റുപാടുള്ള അള്ളാഹുവെ ധാരാളം ആളുകളുണ്ട് റഹ്മാനെ. എല്ലാവർക്കും ഖൈർ നൽകണം അള്ളാഹുവെ. ഞങ്ങളെ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ടല്ലോ റഹ്മാനെ. അവർക്കും ഞങ്ങൾ ഓതിയതിൻ്റെ വിസ്ല സവാബ് എത്തിക്കണം അള്ളാഹുവേ. റഹ്മാൻ റഹീമുമായ പരിശുദ്ധ ദീനിന് വേണ്ടി സേവനം ചെയ്യാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും ഇബാദത്തെടുക്കാനും ഞങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണം പെട്ടെന്നുള്ള മരണത്തോട് അപകടങ്ങളത്തോട് ഞങ്ങളെ നീ കാക്കണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകൾ ഞങ്ങളെ ചേർക്കണം റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله عليه وسلم. السلام على المرسلين والحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ അനർഘമായ അനുഗ്രഹത്താൽ വളരെ പരിശുദ്ധമായ ബറക്കത്താക്കപ്പെട്ട ഒരു മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് ഈ മജ്ലിസ് നമ്മെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഹബീബായ അഷ്റഫുൽ വറ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വീകാര്യയോഗ്യമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന്. ആ പരിശുദ്ധമായ സ്വർഗം കരസ്ഥമാക്കാൻ ഉതകുന്ന രൂപത്തിൽ ഈ പ്രാവശ്യം ഹജ്ജിന് പോകുന്ന എല്ലാ ഹാജിമാർക്കും അജ്ജുമമാർക്കും പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈസി ഉസ്താദ് അവറുകൾ, പ്രാർത്ഥന നിർവഹിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ മഹല്ല ഖത്തീബ് അമീൻ ഫൈസി ഉസ്താദ് അവറുകൾ അടക്കമുള്ള മുഴുവൻ മഹത്തുക്കളായ ഉസ്താദുമാർ, കാരണവന്മാർ, ഹാജിമാർ, അജ്ജുമമാർ ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും ഒറ്റവാക്കിയിൽ നന്ദി അറിയിച്ചുകൊണ്ട് 3 സ്വലാത്തോടു കൂടി മജ്ലിസ് പിരിച്ചുവിടുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.